കുറിച്ച് തണ്ണിത്തോടുകാർ കേൾക്കും. അടുത്തത്, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും. അത് കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത വാക്ക്, അത് സംഭവിക്കേണ്ടത് തന്നെ. ഇതെല്ലാം തിരുവചനത്ത് പ്രകാരം സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ദിസ് ഈസ് നോട്ട് ലാസ്റ്റ് ഗോയിങ് ടു ആൻ എൻഡ്. ഇതൊരു റഷ്യ ഉക്രൈനോ അല്ലെങ്കിൽ ഇന്ന് രാത്രി തൊടുന്ന ഇസ്രയേൽ ഭാഗങ്ങളോ ഒന്നും ഒരവസാനമല്ല. അടുത്ത വാക്ക്, ജാതി ജാതിയോടും. കാസ്റ്റ് ടു കാസ്റ്റ്. ഇന്ന് നമ്മൾ കാണുന്നു മണിപ്പൂരിൽ കുക്കിയും മെയ്തയും, അതാ ജാതി ജാതിയോടും. അടുത്തത് വായിച്ചു മക്കളെ. രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇന്ന് 4 തര ആക്രമണങ്ങൾ നടക്കുന്ന ചിന്തിക്കും. രാജ്യം രാജ്യത്തോടും എതിർക്കും. അടുത്തത് വായിച്ചോ. ജാതി ജാതിയോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. അടുത്തത്, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ ഈറ്റുനോവിന്റെ ആരംഭം. ഈ രാത്രി തണ്ണിത്തോടിനോട് ഒരിക്കൽ കൂടി യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി ഇതെല്ലാം സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല കർത്താവ്, ഇസ്രായേൽ ശ്രുതികളിന്മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ വെളിപ്പെടുവാൻ, ചതഞ്ഞ ഓട വടക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, നമ്മുടെ ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയും അടുത്ത ദിവസങ്ങളിലും വെളിപ്പെടുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. അപ്പച്ച അമ്മച്ചി നല്ല വീട് തന്നിട്ടല്ല, നല്ല കാറ് തന്നിട്ടല്ല, ബാങ്കിൽ കുറെ പണം തന്നിട്ടല്ല. 2024 കണ്ടവർ 25 കണ്ടില്ല, 25 ജനുവരി കണ്ടവർ ജൂൺ മാസം കാണാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രിയും ഒരിക്കൽ കൂടി ഈ ഹോളിനകത്ത് കൊണ്ടുവന്നത് ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. 40കാരനും 50കാരനും ചുറ്റാറിലും കരിമന്തോടിലും കോന്നിയിലും പയ്യനാമണ്ണിലും അട്ടച്ചാക്കലിലും ബോർഡുകളിനകത്ത് ആദരാഞ്ജലികളുടെ ബോർഡ് നടത്തുമ്പോൾ 70കാരും 80കാരും 60കാരും ഇന്ന് രാത്രിയും കാലുകൾ ചവിട്ടിക്കൊണ്ട് ഈ ഓഡിറ്റോറിയത്തിനകത്ത് വന്നത് ദൈവം നമ്മളെ കാത്തു പരിപാലിച്ച കൃപയാ. ഇന്ന് രാത്രി ആ കൃപ ലഭിച്ചവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. ദൈവം എന്നെ കാത്തതിനായി നന്ദിയോടെ സ്തോത്രം. കേരളത്തിന്റെ വടക്കേറ്റമായ ഒരു മണ്ണുണ്ട്, വയനാട്. വയനാടിന്റെ ഓരോ മണ്ണിലും വചനം പ്രസംഗിപ്പാൻ സ്വർഗം എന്നെ ബലപ്പെടുത്തി. പുൽപ്പള്ളിയും അമ്പലവയലും മീനങ്ങാടിയും ബത്തേരിയും, അത് കഴിഞ്ഞിട്ട് ബാണാസുര സാഗർ ഡാം, പടിഞ്ഞാറേത്തറ കൺവെൻഷൻ, കൽപ്പറ്റ, മാനന്തവാടി, തിരുനെല്ലി, അവസാനം ഞാൻ പോയത് മേപ്പാടിയ. കോന്നിയിലെ കണക്ക് നല്ല സ്ഥലം മേപ്പാടി, ചിറ്റാറിലെ കണക്ക് ഉയർന്നു നിൽക്കുന്ന മലകളാ മേപ്പാടിയുടെ പ്രത്യേകത. മക്കളെ, 4 മലകൾ മേപ്പാടിയിൽ. 1 ചൂരമല, 2 മുണ്ടക്കൈ, 3 വെള്ളാർമല, 4 പുത്തുമല. എന്താ സംഭവിച്ചത്? ഒരു രാത്രി 11 മണിക്ക് എല്ലാവരും ഉറങ്ങുവാൻ കിടന്നു. ചിലർ മൊബൈൽ കണ്ടു, ചിലർ പ്രാർത്ഥിച്ചു. ഭൂമി ഒന്ന് ചലിക്കുവാൻ തുടങ്ങി. 4.5 ഡിഗ്രി സെന്റിഗ്രേഡിലെ ആദ്യത്തെ ഭൂചലനം. The earthquake is done by 4.5. അതിന്റെ പ്രത്യേകത ഗ്ലാസുകളും കപ്പുകളും കൂട്ടിമുട്ടി, ആരും അറിഞ്ഞില്ല. സുഖസുഷുപ്തിയിലാണ്ടപ്പോൾ രാത്രി 1:30 മണിക്ക് ഒരു സംഭവം നടന്നു. ഉരുൾപൊട്ടാൻ തുടങ്ങി. മതമിളകി ആനയുടെ പുറത്ത് നിന്ന് പാപ്പാനെ വലിച്ചെറിയുന്നത് പോലെ 4 മലകൾ വീഴുവാൻ തുടങ്ങി. ആയിരക്കണക്കിന് പേർ അതിനകത്ത് പെട്ടുപോയി. മക്കളെ, മേപ്പാടി പഞ്ചായത്തിൽ ഇന്ന് രാത്രി ചെന്നാൽ 400 പേരുടെ മരണ ഫോട്ടോ, കൈകാലുകൾ കിട്ടിയവരുടെ 78 പേരുടെ ഫോട്ടോ, അതിന്റെ അപ്പുറത്ത് 38 പേരെ ഇതുവരെ കണ്ടില്ല. അബ്സ്കോണ്ടിങ് പീപ്പിൾസ് ഇന്ന് വരെ കണ്ടില്ല. എന്റെ ഭാഗം അതല്ല മക്കളെ. നിലമ്പൂർ പുത്തുമലയിൽ, നിലമ്പൂരിൽ കൂടി ഒഴുകുന്ന ഒരു നദിയുണ്ട്, പോത്തുകല്ല്. അതൊരു പഞ്ചായത്തുമാണ്. ആ പോത്തുകല്ലിൽ കൂടി ഒഴുകുന്ന പുഴ, ആ ചാലിയാർ പുഴ, വയനാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന മല. ആ വെള്ളത്തിനകത്ത് 2 ദിനം കഴിഞ്ഞപ്പോൾ സഹോദരിമാർ തുണിയലക്കാൻ നിന്നപ്പോൾ കണ്ട കാഴ്ച, കിടന്നുറങ്ങിയവന്റെ കൈ വേറെ, കാല് വേറെ. ചെറുപ്പക്കാർ പശുക്കളെ കുളിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ പോത്തുകല്ലിലെ ചാലിയാർ പുഴയിൽ. ഇന്ന് രാത്രി ചിറ്റാറും ഒന്ന് കുലുങ്ങാമായിരുന്നു, വടശ്ശേരിക്കരയും ഒന്ന് കുലുങ്ങാമായിരുന്നു, ഗുരുനാഥൻ മണ്ണും ഒന്ന് കുലുങ്ങാമായിരുന്നു, ആങ്ങവടിയിലെ മലകൾ വീഴാമായിരുന്നു. അതിന്റെ നടുവിൽ എന്നെ കാത്തു പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എന്റെ കണ്ണിനെ കണ്ണുനീരിന്, കാലിന് വീഴ്ചയെന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകോടി സ്തോത്രം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അവരെ തൊട്ട കരം ഇന്ന്
രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഏതെന്റെ മണ്ണിനകത്തിറങ്ങി വന്ന ആദമ്യ ദമ്പതികളെ തൊട്ട കരത്തിന്റെ വല്ലഭത്വ ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ അന്ന് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ അപ്പാ ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി കാട്ടത്തിയുടെ പാരമ്പര്യത്തിനകത്തിരുന്ന സക്കായിയുടെ വീട്ടിൽ നാഥന്റെ കരമിറങ്ങിയപ്പോൾ ആ കുടുംബത്തിന് രക്ഷ വന്നതുപോലെ 2025 പ്ലസ് തണ്ണിത്തോടിൽ ചില കുടുംബങ്ങൾക്ക് യേശുവിൽ കൂടിയുള്ള സൗജന്യമായ രക്ഷ പ്രാപിപ്പാൻ ഈ കൺവെൻഷൻ മുഖാന്തരമാകട്ടെ. ഈ രാത്രി ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക, തകർന്ന ചില ജീവിതങ്ങൾ ഈ രാത്രി ഓൺലൈനിൽ കൂടി നാഥന് വേണ്ടി കരമുയർത്തുക. ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി മുതൽ ഞായറാഴ്ച രാത്രി വരെ ജീവന്റെ വചനം ഇവിടെ മുഴങ്ങുമ്പോൾ ദേശത്തിന് ഒരു അനുഗ്രഹമാകട്ടെ. അപ്പാ ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ കൺവെൻഷനകത്ത് ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം തണ്ണിത്തോട് മലമടക്കുകളിൽ ഉയരുവാൻ ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ശബ്ദം വെളിച്ച പ്രകൃതിയെല്ലാം കാക്കണം. പ്രിയ പിതാവേ, മഴ ദേശത്തിന് ആവശ്യമെങ്കിലും 6 മുതൽ 10 വരെ ദേശത്തൊരു മഴ പെയ്യാതെ സ്വർഗത്തിന്റെ കൂട ഈ പട്ടണത്തിനകത്ത് അങ്ങ് നിവർത്തുന്നതിനായി നന്ദി. ഒരു രാത്രി കൂടി വചനവുമായി അടിയം നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. സ്വർഗം ഞങ്ങളെ ആദരിക്കും. മക്കളെ വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശുദ്ധ ബൈബിളിലേക്ക് കടന്നു വരാൻ വളരെ സമാധാനത്തോടുകൂടി സ്പീഡിലേക്ക് പോകുന്നതിൽ എനിക്ക് വിശ്വാസം മുട്ടുണ്ട്. 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിളിൽ. പുതിയ നിയമത്തിനോടുള്ള പ്രത്യേകതയിൽ 27 പുസ്തകങ്ങൾക്കകത്ത് 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിന്റെ മൊത്തമായ പ്രത്യേകത 5 പട്ടികകളാണ്. 1 സുവിശേഷം, 2 സഭയുടെ ചരിത്രം, 3 വലിയ ലേഖനം, 4 ചെറിയ ലേഖനം, 5 വരാനിരിക്കുന്ന കാലത്തിന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ ധ്വനികൾ. ഇന്ന് രാത്രി തൊട്ടുവെച്ചത് സുവിശേഷങ്ങൾ. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങൾ. 1 മത്തായി, യേശുക്രിസ്തുവിന്റെ മശിഹാത്വം. 2 മർക്കോസ്, യേശുക്രിസ്തുവിന്റെ ദാസത്വം. 3 ലൂക്കോസ്, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം. 4 യോഹന്നാൻ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വരച്ചു കാട്ടുന്നു. സുവിശേഷത്തിന്റെ കാലികമായ 5 പ്രസക്തികൾ. 1 യേശുവിന്റെ ജനനം, 2 യേശുവിന്റെ ജീവിതം, 3 യേശുവിന്റെ മരണം, 4 യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. 5-ാമത്തെ കാര്യം ആരും പറയുന്നില്ല, എങ്കിലും സംഭവം നടക്കും. 5-ാമത് സുവിശേഷത്തിൽ ഒരു ഭാഗമുണ്ട്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. ഈ രാത്രി മത്തായി സുവിശേഷത്തിലേക്ക് കടക്കുന്നു. AD 37 മത്തായി എന്ന എഴുത്തുകാരിൽ കൂടി എഴുതിയതാ മത്തായി സുവിശേഷം. 1278 വാക്യങ്ങൾ മത്തായി സുവിശേഷം, 28 അധ്യായങ്ങൾ മത്തായി സുവിശേഷത്തിനകത്ത്. മത്തായി സുവിശേഷത്തിന്റെ പ്രത്യേകത 5 കഥാപാത്രങ്ങളെ സ്വർഗ്ഗം ഇവിടെ പരിചയപ്പെടുത്തുന്നു. 1 യേശു, 2 അമ്മ മറിയ, 3 സ്നാപക യോഹന്നാൻ, 4 ഹെരോദാവ്, 5 പീലാത്തോസ്. 5 പട്ടണങ്ങളെ സ്വർഗ്ഗം ഇവിടെ വരച്ചു കാട്ടുന്നു. 1 ബേത്ലഹേം, 2 ശമരിയ, 3 യഹൂദിയ, 4 ഒലിവുമല, 5 കാൽവറി മല. അധ്യായം 1 വരുമ്പോൾ പഴയ നിയമത്തിന്റെ അവസാനത്തെ 2 ഭാഗങ്ങൾ സെഖരിയാ പ്രവചനവും മലാക്കിയും. അത് കഴിയുമ്പോൾ ദൈവദാസന്മാർ, പണ്ഡിതന്മാർ, ബൈബിൾ പഠിക്കുന്നവർക്ക് വ്യക്തമായി അറിയാം 400 വർഷം ഇരുണ്ട കാലഘട്ടം. ആ ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം മശിഹായുടെ വരവിനെ പറ്റി അധ്യായം 1. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14. അധ്യായം 1 42 വംശങ്ങളുടെ വംശാവലി. അധ്യായം 2 വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി വ്യക്തമായി രേഖപ്പെടുത്തുന്നു. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണമെങ്കിൽ അവന്റെ ജനനത്തെ അവിടെ വ്യക്തമായി വരച്ചു കാട്ടുന്നു. ദൈവ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ എവിടെ പാപം നല്ല ക്ലിയറായി സമയകൃത്യതയുണ്ട്. വചനം നമുക്ക് ചിന്തിക്കാം. 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് ആദമ്യ കുടുംബത്തെ ദൈവം മെനഞ്ഞുകൊണ്ട് ഏതെന്റെ പൂങ്കാവനത്തിൽ വന്നു അടക്കി വാഴുക, പെറ്റുവരിക, സന്താന ബുദ്ധിയുള്ളവരാകുക, നിത്യം
നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. അതിന്റെ പ്രത്യേകത ഏഴാമതൊരു കാര്യം കൂടെ പറഞ്ഞു. തോട്ടത്തിന്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഒരു ഫലം അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി പുറത്തേക്ക് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ആദമിനെ പല പ്രാവശ്യവും ഈ വശീകരിക്കുവാൻ തുടങ്ങി. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ദൈവ സാന്നിധ്യം ഇറങ്ങി. ആദം ഇതിനകത്ത് വീണില്ല. നാടൻ ഭാഷയിൽ റാന്നിയിൽ ചന്തയിൽ പോയ ആദം പോയപ്പോൾ അവ്വാമ്മയുടെ വാട്സപ്പ് നമ്പർ എങ്ങനെയോ കിട്ടി. ഞങ്ങളുടെ ചില ഉപദേശിമാര് പറയുന്നത് പോലെ വീട് തരാം, കാറ് തരാം, അമ്മാമ്മേ അവിടെ UK വിടാ എന്നൊക്കെ പറയുന്നത് പോലെ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. അമ്മാമ്മയോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞതെല്ലാം തെറ്റാ, ഇത് കഴിക്കുന്ന നാളിൽ നിങ്ങൾക്ക് തേജസ്സൊക്കെ കിട്ടുമെന്നോ. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, റാന്നി ചന്ത എട്ടിയപ്പാറ പോയിട്ട് വരുന്ന അച്ചായം വരുന്നത് വരെ മൊത്തം തിന്ന് തീർക്കരുത്, പകുതി ഫ്രിഡ്ജിലും വെച്ചേക്കണം. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അതുകൊണ്ട് ആദം പറഞ്ഞത്, സ്വർഗത്തിനോട് പറഞ്ഞു, നീ തന്ന ഈ സഹോദരി, ഈ നാരി അഥവാ ഈ സഹോദരി എനിക്കും തന്നെന്ന് മനസ്സിലാക്കുന്നവർക്കായി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. അങ്ങനെ അവർ അത് ഭക്ഷിച്ചപ്പോൾ രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി. ആദ്യത്തെ കുടുംബം അവിടെ നിന്ന് രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി പാപത്തിന്റെ കളങ്കിതമായി അവർ പുറത്തായി. എവിടെ ആടിന്റെ പരമയാഗ്. ഇനി രണ്ടാമത് ആട്ടിൻകുട്ടി അറക്കപ്പെടുന്നു. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിന് ഇന്നത്തേക്ക് 1890 കിലോമീറ്റർ മെസപ്പെട്ടോമിയ ടു കനാൻ, ഇന്നത്തെ ഇസ്രയേലിലേക്ക് 1890 കിലോമീറ്റർ അദ്ദേഹത്തെ കൊണ്ടുവന്നു. നിന്നെ അനുഗ്രഹിക്കുമെന്ന വാഗ്ദത്തങ്ങളുടെ പടവിൽ 100ാമത്തെ വയസ്സിൽ ഒരു സന്തതി ജനിച്ചു, ഇസഹാക്ക്. ഇസഹാക്ക് വീട്ടിനകത്ത് പക്വതയോടെ വളർന്നു വന്നപ്പോൾ സ്വർഗത്തിന്റെ കൽപ്പന ഇറങ്ങി. എന്താ കൽപ്പന ഇറങ്ങിയത്? ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഹോമയാഗത്തിനകത്ത് സമർപ്പിക്കണം. 100ാമത്തെ വയസ്സിൽ ജനിച്ച കുഞ്ഞ്, തന്റെ രക്തം തന്റെ ജീൻ. ഇനി ഒരു മകൻ ഉണ്ടാകുമെന്ന് അബ്രഹാമിന് വിശ്വാസമില്ല. എങ്കിലും അബ്രഹാം പ്രത്യാശയോടെ ഒരു ദിവസം രാവിലെ കുഞ്ഞിന്റെ കയ്യിൽ കയറും കത്തിയുമൊക്കെ എടുത്തു കൊടുത്തു. വിറകും കെട്ടും എടുത്തു കൊടുത്തു. പലപ്പോഴും യാഗത്തിന് പോകുന്ന ഇസഹാക്ക് അപ്പനോട് ചോദിച്ച, അപ്പച്ച ഇന്ന് വിറകുണ്ട്, കെട്ടുണ്ട്, കത്തിയുണ്ട്, പക്ഷെ ആടില്ല. അപ്പൻ പറഞ്ഞ്, യഹോവ കരുതിക്കൊള്ളും മകന്. ഇന്ന് രാത്രി അബ്രഹാമിന്റെ അകത്ത് അചഞ്ചലമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. തന്റെ ഏകജാതനായ മകനെ മോറിയാദേശത്തുള്ള മലയിൽ കൊണ്ടുവന്ന് യാഗക്കെട്ടിനകത്ത് കണ്ണമായി അറുത്തതിനകത്ത് അവനെ ഭസ്മീകരിച്ചാലും ചാമ്പലിനകത്ത് നിന്ന് ആയിരക്കണക്കിന് ഇസഹാക്കുമാരെ ഉരുവാക്കുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞത്, യഹോവ കരുതിക്കൊള്ളു. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. ഒരു വഴിയായി ഇസഹാക്കും അബ്രഹാമും യാത്രയായി. 3ാം ദിനം അവിടത്തെ മോറിയാദേശത്തുള്ള വെട്ടിയ പാറയ്ക്കകത്ത് തന്റെ കയ്യിലിരിക്കുന്ന വിറകുകെട്ടുകൾ അടുക്കിക്കൊണ്ട് ഇസഹാക്കിനെ കെട്ടി നല്ലതുപോലെ വരിഞ്ഞു മുറുക്കി. ഈ അപ്പനറിയാം, ഈ കുഞ്ഞൊന്ന് ചലിച്ചു കഴിഞ്ഞാൽ യാഗത്തിന് വിഘ്നം വരുമെന്നറിഞ്ഞുകൊണ്ട് ശക്തമായി മുറുക്കി കെട്ടി. എന്നിട്ട് അവസാനം ഈ കുഞ്ഞിനെ തകർക്കുവാൻ തന്റെ കയ്യിലിരുന്ന കത്തി കരങ്ങളിലെടുത്തു. അതിനുശേഷം അവൻ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. തന്റെ പ്രാർത്ഥനയുടെ അവസാന നിമിഷത്തിൽ സ്വർഗത്തിന്റെ കരം അവന് വേണ്ടി വെളിപ്പെട്ടു വന്നു. ഈ രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം. ഇന്ന് രാത്രി എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. ഏത് മോറിയായുടെ ദേശത്തകത്തും രാത്രിയുടെ യാമത്തിനകത്തിലും പകലെന്നീ മുട്ടുമടക്കുക. ആകാശ വിധാനങ്ങളെ കീറി മുറിച്ചുകൊണ്ട് അബ്രഹാമിന്റെ കണ്ണുനീരിനകത്ത് സ്വർഗത്തിന്റെ ശബ്ദം കേട്ടെങ്കിൽ ഈ 3 ദിവസത്തെ ആരാധന കൂട്ടങ്ങൾക്കകത്ത് പറയണം, ദൈവ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ മടങ്ങി പോകത്തുള്ളൂ. വിശ്വസിക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി മറുപടി തരുക. ഇസഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ ആ കരം തളർന്ന കരമല്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, അബ്രഹാമെ ബാലകന്റെ മേൽ കൈവെക്കരുത്, അവന് പകരമായ ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ മറുപടിയായി അയച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സയൻസ് പഠിക്കുമ്പോൾ മോറിയാദേശത്ത് ഒരു ആട്ടുംകുട്ടി വരാൻ സാധ്യതയില്ല. എന്നാൽ ഇന്ന് രാത്രി പറയണ, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നീ തകർന്നു പോകുമെന്ന ദുഷ്ടപിശാചും മന്ത്രവാദികളും രേഖ വെച്ച് നിനക്കെതിരെ പോരാടുമ്പോൾ കരമുയർത്തി പറയണം, മറുവഴിയായി എനിക്കൊരു വിടുതൽ തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം ബ്രദർ സിസ്റ്റർ, ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവം സാധാരണ ദൈവമല്ല. അണ്ഡകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രന്റെ അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, ഇന്ന് രാത്രി അവൻ അറിയാതെ എന്റെ തലയിലെ ഒരു മുടിനാര് പോലും. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ബിലീവേഴ്സുകാർ പറയും ക്യാൻസർ 4ാമത്തെ സ്റ്റേജ്. കാരിത്താസുകാരൻ പറയും കുഞ്ഞുങ്ങളോട് പാലിയേറ്റീവിനകത്ത് 3 മാസം പോയാൽ ഒരു മരണം ഉറപ്പാ. എന്നാൽ ഇന്ന് രാത്രി അമ്മമ്മേ, ക്യാൻസർ അല്ല വലുത്. ഇന്ന്
രാത്രി കരം ഉയർത്തി പറയണം. ഇന്ന് രാത്രി എന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. അവന്റെ പേര് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ കരം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അച്ചായ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യവും വന്നു കാണും. ഇനി ഒരിക്കലും ഒരു സ്റ്റണ്ട് ഇടാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഒരു ബൈപ്പാസ് നടത്താൻ പറ്റത്തില്ല. കോഴഞ്ചേരി മുത്തൂറ്റുകാർ പറയും അപ്പച്ചന് മരണം ഉറപ്പാ. തിരുവല്ല പുഷ്പഗിരിക്കാർ കാത്തലാവിന്റെ പുറകിൽ മക്കളോട് പറയും പോയ അച്ചായന് 3 മാസം. ഇന്ന് രാത്രി ഡോക്ടറിന്റെ റിപ്പോർട്ടല്ല, ഇന്ന് രാത്രി പ്ലസ് തണ്ണിത്തോട് കൺവെൻഷൻ കരം ഉയർത്തി പറയണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഇന്ന് രാത്രി ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ച. ഇന്ന് രാത്രി നീ തകരുമെന്ന് ലോകം പറയും. തൊട്ട പിശാച് പറയും നീ തകർന്നു പോകുമെന്ന്, നിന്റെ തലമുറകൾ തകർന്നു പോകുമെന്ന് മന്ത്രവാദി പറയും. എന്നാൽ ഇന്ന് രാത്രി പറയണം, ഇസഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ദൈവകരം ഇറങ്ങി വന്നപ്പോൾ മറുവഴിയായ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന കർത്താവിന്റെ കരം എനിക്ക് എന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുവാ. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ ആരിന്ന് രാത്രി കരമുയർത്തും ബ്രദർ. പർവ്വതങ്ങൾ എന്റെ മുൻപിൽ മാറിപ്പോകും. സഹോദരി കരമുയർത്തിയാട്ട് കുന്നുകൾ എന്റെ മുൻപിൽ നീങ്ങിപ്പോകും. ഇന്ന് രാത്രി പഠിക്കുന്ന മോനെ മോളെ രാത്രി കരമുയർത്തി പറ, എന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ എന്നെ വിട്ടുപോകത്തില്ല. ലോർഡ് ജീസസ്, ഇന്ന് രാത്രിയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഒരു കുഞ്ഞിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി ഇറക്കപ്പെട്ടു. 2 ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കേട്ടു. പെസഹായിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കട്ടളകാലിന്മേൽ കുറുമ്പടിമേൽ തേച്ചു. അവർ ആഴമേറിയ ചെങ്കടൽ കടന്നു. One more time revise the day of the first day the convention in this evening. 1 ഏദനിനകത്ത് പാപം. 2 ഇസഹാക്കിന് പകരമായ ഒരു ആട്ടിൻകുട്ടി. 3 ഇസ്രായേൽ ജനത്തിന്റെ വിടുതൽ ആയിരക്കണക്കിന് ആടുകൾ. ജ്ഞാനികളായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. അതിനകത്ത് ആ പടുത്തുയർത്തിയത് കൊണ്ട് ദൈവ സാന്നിധ്യം ഇറങ്ങിയില്ല. കൂറുനോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചു. ഇസ്രായേലിന്റെ ചരിത്രവും ബൈബിളും 1,50,000 പരം ആടുകളുടെ രക്തം അവിടെ ഒഴുക്കി. അവൻ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. 1 ഒരു കുഞ്ഞ്, 2 ഒരു പാളയം, 3 ദൈവാലയം. അതിനുശേഷം ഈ പാളയത്തിനകത്ത് പക വന്നു, പിണക്കം വന്നു, കോപം വന്നു, കത്തിക്കുത്തം വന്നു, കലബോധകം വന്നു, കുറ്റം വന്ന്, ടൈഫോയിഡ് വന്ന്, അവിഹിത ഗർഭം വന്നപ്പോൾ ഊനമൃഗങ്ങളെ കുറുപ്രാവുകളെ പടപടാ യാഗപീഠത്തിനകത്ത് ഇറക്കാൻ തുടങ്ങി. ഊനമൃഗങ്ങളുടെ രക്തം പടപടാ താഴെ വീഴുമ്പോൾ, അത് ചിറകിങ്ങനെ അറ്റു വീഴുമ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. സ്വർഗം പറഞ്ഞു അയ്യോ അയ്യോ, എന്നുമെന്നും ഈ ഊനമൃഗങ്ങളുടെ കുറുപ്രാവുകളുടെ രക്തം വീഴണ്ട. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകും? പിതാവിന്റെ സന്നിധിയിൽ ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു ഞാൻ പോകാം. ഇന്ന് രാത്രി മുതൽ തണ്ണിത്തോട്ടിൽ അവനെ ഞങ്ങൾ ഉയർത്തുന്നു. അവനത്രേ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെന്തിക്കോസിന്റെ പാപമല്ല, CSIയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിന്റെ പാപമല്ല, ജൈനന്റെ പാപമല്ല. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രക്തം ചിന്താതെ വിമോചനമില്ല. മണിയാറിൽ CPM സമ്മേളനം നടക്കുമ്പോൾ രാജു അബ്രഹാം സാർ മുൻപിൽ നിന്ന് വിളിക്കുന്നത് നേതാക്കളുടെ പേരല്ല, രക്തസാക്ഷി സിന്ദാബ, രക്തസാക്ഷി മരിച്ചിട്ടില്ല. തീർന്നില്ല. ചിറ്റാറിനകത്ത് BJPയുടെ ശിബിരം നടക്കുമ്പോൾ അവരുടെ നേതാക്കൾ പറയും ബലിദാനികൾ സിന്ദാബ. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ടാ യോഹന്നാൻ പറഞ്ഞത്, എന്താ പറഞ്ഞ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ട് യേശു പറഞ്ഞു ഇന്ന് രാത്രി തണ്ണിത്തോടിന് ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കൺവെൻഷൻ ഇവിടെ നടത്തുന്നത്. അവൻ എവിടെ ജനിക്കുന്നു? ബേത്ലഹേമിൽ. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത, ഇവിടെ ലെനിൻ ജനിച്ചു, കാറൽ മാർക്സ് ജനിച്ചു, ഏംഗൽസ് ജനിച്ചു, മഹാത്മജി ജനിച്ചു, സോക്രട്ടീസ് ജനിച്ചു. അവരെവിടെ ജനിക്കും, എങ്ങനെ ജനിക്കുമെന്ന് വചനത്തിനില്ല. എന്നാൽ ഞങ്ങളുടെ വചനത്തിനകത്ത് അവന്റെ ജനനം. നമ്പർ 1 മീക 5:2 നീയോ ബേത്ലഹേം എഫ്രാത്തെ സഹസ്രാബ്ദങ്ങൾ ചെറുതെങ്കിലും ഉലകത്തെ പുറപ്പെടുവിക്കുവാനുള്ളവൻ നിന്നിൽ നിന്ന് ഉരുവാകും. അതുകൊണ്ട് മറിയാമ്മച്ചി ഓസേപ്പച്ചായനും ഓഗസ്ത്യോസ് കൈസറുടെ കൽപ്പന പ്രകാരം പേർ ചാർത്തപ്പെടേണ്ടതിന് ബേത്ലഹേമിൽ. എത്ര ക്ലിയറാ ബൈബിളും പ്രവചനവും. 2ാമത്തെ പ്രവചനം യെശയ്യാ പ്രവചനം 9:6 നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും. അത്ഭുതമന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിന്റെ പ്രഭു, നിത്യപിതാവ്. അതിന്റെ അവസാനത്തെ സംഭവം അവൻ രാജാക്കന്മാരുടെ രാജാവായി വരും. അടുത്തത് വീണ്ടും യെശയ്യാ
7:14 കന്യക ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അതിന് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇസ്രായേലിന്റെ ചരിത്രം കടുകട്ടിയായി ഞാൻ പഠിക്കുമ്പോൾ ആ കാലത്ത് യെശയ്യാ പ്രവചന്റെ ശബ്ദം കേട്ടിട്ട് പല പെൺകുട്ടികളും വിവാഹം കഴിച്ചില്ല. അവരെ അകത്തൊരു ധാരണ മശിക അവരിൽ നിന്ന് ഉരുവാകും, പക്ഷെ അവരിൽ നിന്ന് ഉരുവായില്ല. അതുകൊണ്ട് മറിയാമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു, സഹോദരിമാരെ കേട്ടാട്ടെ, മറിയാമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഗബ്രിയേൽ മാലാഖ വന്നിട്ട് മറിയ കൊച്ചമ്മയെന്നല്ല പറഞ്ഞത്, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് വന്ദനം, കരമുയർത്തുന്നവർക്കായി നിന്നിൽ നിന്നൊരു സന്തതി ഉരുവാകും, അതിന് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇന്ന് രാത്രി അതാ യേശു ക്രിസ്തുവിന്റെ ജനനം എവിടെ? ബേത്ലഹേമിൽ. അവൻ വളർന്നത് മാതാപിതാക്കളുടെ നടുവിൽ. അതിനുശേഷം 30-ാമത്തെ തിരുവയസ്സിൽ യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാപക യോഹന്നാൻ സ്നാനമേറ്റു. 33-ാം തിരുവയസ്സിൽ അവന്റെ ക്രൂശീകരണം. ഒലിവുമലയിലേക്ക് നാം യാത്രയാകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം നടക്കുന്നു. മത്തായി 21 അവൻ ഒലിവുമലയുടെ താഴ്വാരം എത്തിയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും കുട്ടി അഴിച്ചു കൊണ്ടുവരണം. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, തമ്പുരാനെ ഇതിന്റെ പ്രശ്നം അപ്പൊ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുവാൻ പറഞ്ഞു. കുഞ്ഞുങ്ങളെ, ഇതൊരു പ്രവചനത്തിന്റെ നിവർത്തിയ. സഖരിയ പ്രവചനം 9:9. ഇത് തന്നെയായിരിക്കും നമ്മുടെ കൺവെൻഷന്റെ അവസാനം. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പിടുക. സിയോനിന്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് പട്ടണത്തെ ഇളക്കിക്കൊണ്ട് വാഹനമേറി വരും. എത്ര ക്ലിയറാ! ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അനവധി പെരുന്നാളുണ്ട്. 1 ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, 2 കാകളനാഥ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, ഇതെല്ലാം ഓശാന പെരുന്നാൾ, ഇതെല്ലാം ഇസ്രായേലിന്റെ അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാളുകള്. അവൻ ശിഷ്യന്മാരെ എവിടെ അയച്ചു? കാട്ടിനകത്ത് അയച്ചു. ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് ലോക സംഭവത്തിലേക്ക്. കാട്ടിനകത്ത് ഒരു കഴുതയും കുഞ്ഞും കിടക്കുക. അമ്മച്ചി, അതിന്റെ പ്രത്യേകത 5 കാര്യങ്ങളാ. 1 അവരെ വനാന്തരത്തിനകത്ത് ബന്ധിച്ചിരിക്കുക. 2 പുറത്തു വരുത്തലെന്ന് ലോകം എഴുതി. 3-ാമത്തെ കാര്യം ആശകളെല്ലാം മറ്റുപോയി. 4-ാമത്തെ കാര്യം അവരും വിചാരിച്ചു മരണം ഉറപ്പ. 5-ാമത്തെ കാര്യം ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ഇതിനെ ഉപേക്ഷിച്ച് കളഞ്ഞു. സ്വോത്രം. 5 പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ പുറത്തു വരത്തില്ലെന്ന് ലോകം വിധി എഴുതിയെങ്കിൽ ഇന്ന് രാത്രി പറയണ, നിന്റെ പടകിനകത്ത് എത്ര കാറ്റടിച്ചാലും വരുവാനുള്ളവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ 5 മറുപടി തരുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ. ദൈവത്തിന്റെ ഭക്തന്മാർ അവിടെ വന്നു. 1 കഴുതയുടെ കുരുക്കടിച്ചു. 2 രക്ഷയുടെ വസ്ത്രം വിതറി. 3 വനാന്തരത്തിൽ നിന്ന് കഴുതയെ പുറത്തു കൊണ്ടുവന്നു. ചിറ്റാറും വടശ്ശേരിക്കരയും മണിയാറും അവന്റെ മരണം കാത്തിരിക്കുക. അതിന്റെ നടുവിൽ, കഴുതയുടെ നടുവിൽ ആരാ? എന്റെ നാഥൻ അതിനകത്ത് കയറി യാത്ര ചെയ്തു. പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ. ഇന്ന് രാത്രി ആത്മാവിൽ വചനം ഏറ്റെടുക്കണം. നീ പുറത്തു വരത്തില്ലെന്ന് ലോകം പറയും, നിന്റെ തലമുറകൾ നന്നാകത്തില്ലെന്ന് നാട്ടുകാർ പറയും. എന്നാൽ ഇന്ന് രാത്രി ബ്രദർ, ഇന്ന് രാത്രി സഹോദരി വിളിച്ചു പറയണം, ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എല്ലാ കാലത്തും വനാന്തരത്തിനകത്ത് കിടക്കാനല്ല നിന്നെ ദൈവം വിളിച്ചത്. നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, നിന്റെ തലമുറകളെ മാനിക്കുന്ന ദൈവം. നീ പുറത്തു വരത്തില്ലെന്ന് ദൂട്ട പിശാച് പറയുമ്പോൾ അതിന്റെ നടുവിൽ നിന്നെ ഉയർത്തുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഈ കൺവെൻഷന്റെ ആദ്യ രാത്രി പറയണം, ആരാധിക്കുന്നവനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. കരമടിക്കുന്നവനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഉപവസിക്കുന്നവനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surrounded in this evening. യേശുവിന്റെ നാമത്തിൽ നാളുകളായി നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരാതെ നീ പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്, നിന്റെ തലമുറകൾക്ക് നന്മ വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്, കഴുതയെ ബന്ധിച്ചതുപോലെ ഏതൊക്കെ വേലികൾ നിനക്കെതിരെ ബന്ധിച്ചാലും ഈ രാത്രി ദുഷ്ട പിശാച് നടുങ്ങട്ടെ, മന്ത്രവാദി കുലുങ്ങട്ടെ. കരമുയർത്തുന്നവർക്ക് എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്ക്, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. ഈ രാത്രി കരമുയർത്തുന്നവർക്ക് ശത്രു എനിക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, എന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, എന്റെ ചർച്ചിനെതിരെ, എന്റെ മിനിസ്ട്രിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ജീസസ്. രാത്രി അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരിക്കുന്ന മക്കള് പട്ടണത്തിനകത്ത് മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. സഹോദരി, നിന്റെ പതനം കാണാൻ നാട്ടുകാർ കാത്തു നിൽക്കും. അച്ഛയ, നിന്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണുവാൻ നാട്ടുകാർ കാത്തു നിൽക്കും. നെവർ നെവർ നെവർ. ഇന്ന് രാത്രി പറയണം, വരുവാനുള്ളവൻ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അമിക്കയറുകളെ പൊട്ടിച്ചുകൊണ്ട് ഇന്ന് രാത്രി എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസന. ഏത് പട്ടണം നീ തകർന്ന് കാണുവാൻ കാത്തു നിന്നോ, ഏത് രക്തബന്ധങ്ങൾ നീ
തകർന്ന് കാണുവാൻ കാത്തു നിന്നു. അവരുടെ നടുവിൽ കഴുതയുടെ പുറത്ത് നാഥൻ യാത്ര ചെയ്തതുപോലെ നിന്റെ കണ്ണുനീരിന് 2025 മറുപടി തരുക. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഈ രാത്രി വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. 5 പ്രതികൂലം വരുമ്പോ പറയണ 5 മറുപടി ഉണ്ട്. വഴിയിൽ കഴുതയെ കളഞ്ഞില്ല, അതിനെ യെരൂശലേം ദൈവാലയത്തിന്റെ മുൻപിൽ വരെ കൊണ്ടുവന്നു. ഇന്ന് രാത്രി യെരൂശലേം ദൈവാലയത്തിന്റെ മുൻപിൽ ഒരു കഴുതയെ കൊണ്ടുവന്നാൽ അതിന്റെ കഴുത്ത് ഞെരിച്ച് അതിനെ താഴെ വലിച്ചവന്മാരെറിയും. പക്ഷേ ഈ കഴുത ആരും തൊട്ടില്ല. വാഗ്ദത്തമുള്ളവനെ കസേരയ്ക്കകത്തിരുത്താൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. രാത്രി ആത്മാവിൽ ദൂതേറ്റെടുത്തോണ്ടേ പോകാവൂ. നിന്നെ തകർത്ത് തച്ച് കളയാൻ നിൽക്കുന്നവരുടെ നടുവിൽ അതിന്റെ മുൻപിൽ കഴുതയെ കൊണ്ടെത്തിച്ചതുപോലെ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് മറുപടി തന്ന് നിന്നെ കസേരയിലിരുത്താൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവ. സ്തോത്രം. വചനം കേൾക്കുമ്പോ ദൈവസന്ധി സന്തോഷിക്കണം. സ്തോത്രം. ദൈവദാസം എന്ന് തലേ കറക്കുന്നതൊന്നുമല്ല വചനം. ആത്മാവിൽ ദൈവം ദൂത് സംസാരിക്കുന്നത് ദൈവവചന. സ്തോത്രം. അതുകൊണ്ട് അമ്മാമ അച്ചായ രാത്രി പറയണം, കഴുതയുടെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ 2025 അവസാനിക്കുന്നതിന് മുമ്പ് ഏതൊക്കെ ബൗണ്ടറികൾ എനിക്കെതിരെ നിന്നാലും അതിന്റെ നടുവിൽ ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് എന്നെ കൊണ്ടെത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അന്ന് ഓശാന പെരുന്നാളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം, ഇതാ കർത്താവിന്റെ വരവ്. ബൈബിൾ കൂടെ മോളെല്ലാം വായിക്കത്തില്ല. മത്തായി 24:1-2 അവൻ യെരൂശലേം ദൈവാലയത്തിൽ ഓശാന പെരുന്നാളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം നടത്തി പുറത്തേക്ക് വരുമ്പോൾ ദൈവാലയത്തിന്റെ പണി കാണിച്ചു. ബൈബിളും ചരിത്രവും ഇതാ ഇന്നത്തെ ഇസ്രായേൽ സംഭവം. അതിൽ ഒന്നാമത്തെ ദൈവാലയം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ക്രിസ്ത്യൻ ലൈവ് ഓൺലൈനിൽ എടുത്തോണം. ഒന്നാമത്തെ ദൈവാലയം യഹൂദന്റെ സഭാഗമന കൂടാരം, മരുഭൂമിയിൽ കതിരമരം കൊണ്ട് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അത് മരുഭൂമിയിൽ പോയി. 2 ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം ഉണ്ടാക്കി. BC 606 ബൈബിളും ചരിത്രവും നെബൂഖദ്നേസർ തകർത്തു. 3 ആ ദേവാലയം ആര്? യസ്ര, നെഹമ്യാവ്, സെരുബ്ബാബേൽ പിന്തുണ കൊടുത്തത് പേർഷ്യൻ രാജാവായ കോരസ്. ഇന്നത്തെ പഴയ ഇറാന്റെ ചക്രവർത്തിയാ സൈറസ് അഥവാ കോരസ്. അതുകൊണ്ട് ആ ഇറാനും ഇസ്രയേലും അടുപ്പം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ 500 ശേഷമായത് തെറ്റുന്നത്. ഇതെല്ലാം മനസ്സിലാക്കണം. അർത്ഥമശിഷ്ട കോരസ് ഇവര് ചേർന്ന് ദേവാലയം പണിതു. ആ ദേവാലയം തകർന്നില്ല. അതിന് റോമിന്റെ കൈസരായ ഹെരോദാവ് 46 വർഷം കൊണ്ട് പണിയുന്ന ദൈവാലയത്തിന്റെ മുൻപിൽ വന്ന യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകുക. ഇതാ അന്ത്യകാല സംഭവം. കഴിഞ്ഞ ദിവസങ്ങളിൽ റൈസിംഗ് ലൈവ് ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണത്തിന് മുതിരുമ്പോൾ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വന്നിട്ട് ഒരു വെള്ള ടർക്കി പുതച്ചിട്ട് വിലാപം അതിന്റെ മുൻപിലിരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, ദൈവാലയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ യാത്രയാകുന്നത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ അന്ത്യകാല സംഭവം. ഇതിനെ ബേസ് ചെയ്തായിരിക്കും ഈ പ്രസംഗം പോകുന്നത്. യേശു AD 30 പറഞ്ഞു. AD 70 ടൈറ്റസ് എന്ന രാജാവ് വന്ന് യെരൂശലേം ദൈവാലയം തകർത്തു. ഇന്ന് യഹൂദനാലയമില്ല. 1 കിഴക്കേ വാതിൽ, 2 നിർണായകമായി വിലാപ മതിൽ. ഈ കിഴക്കേ വാതിൽ പലരും തുറക്കാൻ ശ്രമിച്ചു. ബൈബിൾ ക്ലിയർ ആയിരിക്കണം. 1967 ജോർദാനിലെ ഹുസൈൻ രാജാവ് വന്ന് കിഴക്കേ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. രാജാവ് വീണതല്ലാതെ വാതിൽ തുറന്നില്ല. ബൈബിൾ കൃത്യമായി കൂടെ വെച്ചിരിക്കണം. യെസക്കേൽ 44:1-2 യെസക്കേലിന് യെരൂശലേം ദൈവാലയത്തിന്റെ കിഴക്കേ വാതിൽ സ്വർഗം കാണും. അതിൽ ആരും തുറക്കരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വാതിൽ ലോകത്തിന് ഒരു ചക്രവർത്തിമാർക്കും ഇനി തുറക്കാൻ പറ്റത്തില്ല. എന്നാൽ ഓശാന പെരുന്നാളിനകത്ത് ദൈവാലയത്തിൽ വന്ന അതേ വാതിലിൽ കൂടി അവൻ മടങ്ങി വരും. അതുകൊണ്ട് സങ്കീർത്തനം 24 തണ്ണിത്തോടിനോട് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ കർത്താവ് മടങ്ങി വരും. യെരൂശലേം ദൈവാലയത്തിന്റെ വാതിൽ. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഓൺലൈൻ മാധ്യമങ്ങൾ, മലയാള പത്രങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു വിലാപം അതിൽ മുട്ടുമടക്കിയിട്ട് റൈസിംഗ് സൺ, നാളെ നമ്മൾ റൈസിംഗ് ലയൺ നാളെ ചിന്തിക്കാം.
അവൻ ഒലിവുമലയിലേക്ക് പോയി. മത്തായി 24:3-4-5. കുഞ്ഞു ബൈബിൾ പുറകെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മത്തായി 24:3-4-5. ഒലിവുമലയിൽ അവൻ തരിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. യേശുവേ, ഗുരു, നാഥ, അങ്ങയുടെ അനവധി പ്രഭാഷണങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എവിടൊക്കെ കേട്ടു? കാനാവിലെ കല്യാണ വീട്ടിൽ കേട്ടു, അതിനുശേഷം ഗദരദേശത്ത് കേട്ടു, ദക്കപ്പൊലിമയിൽ കേട്ടു, ശമരിയിൽ കേട്ടു, യഹൂദിയിൽ കേട്ടു. പതിവിന് വിപരീതമായി ഇന്ന് നാഥൻ ഒരു കാര്യം പറഞ്ഞു: ലോകം അവസാനിക്കും, അങ്ങയുടെ മടങ്ങി വരവ്. മത്തായി 24:3-4-5. സമയത്തിന്റെ ക്ലിപ്തത കൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങൾക്കും പ്രസംഗിക്കാം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. End of the world, second coming of Jesus. What about the signal? യേശു പറഞ്ഞു, വീട് വരും, കാർ വരും, മോഡി സാറ് ഭരണത്തിൽ വരും, പിണറായി വിജയൻ സാറ് ഭരിക്കും. അല്ലെ ഇസ്രായേൽ, റഷ്യ, ഇറാൻ ആക്രമിക്കുമെന്നല്ല. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ് അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ വേലക്കാര്, ഇവിടെ ഇരിക്കുന്ന അച്ചായ, അമ്മാമേ, മോനെ, മോളെ, ഒത്തിരി പേർ ഇന്ന് സുവിശേഷത്തിന്റെ പേര് പറഞ്ഞിറങ്ങുന്നുണ്ട്. ഒരിക്കൽ കൂടി എന്റെ സ്നേഹിതരായ നിങ്ങളോട്, രക്ഷ പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, മാനസാന്തരം പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, നിത്യത പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം, മരണാനന്തര ജീവിതം പ്രസംഗിക്കാത്ത യോഗം കള്ളയോഗം. യേശു വന്നതെന്താ? വീട് തരാനല്ല, കാർ തരാനല്ല. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. എൻ പ്രയാണകാലം 4 വിരൽ നീളം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഘടകമാണ്: ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിനും ദേഹിക്കും മരണം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിൽ തണ്ണിത്തോടെ പൊന്നപ്പൻ ചേട്ടൻ ബൈക്ക് ഓടിച്ചാലും കുഴഞ്ഞു വീഴും. കോവിഡ് കണ്ടില്ലേ? സ്വോത്രം. ബുള്ളറ്റ് ഓടിച്ചവനും വീണു. ഏത് സമയത്തും മനുഷ്യനെ മരണം പിടിക്കും. ദേഹത്തിനും ദേഹിക്കും മരണം. ആത്മാവിന് മരണമില്ല. ആത്മാവിന് അപ്പച്ചന്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യദൈവം യേശു മാത്രം. അതുകൊണ്ടാ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. സന്തോഷമില്ലല്ലോ. അവസാനം രാത്രി ഇത് പറയുമ്പോഴാണ് അവസാനിക്കുന്നത്. അപ്പൊ തണ്ണിത്തോട് വിചാരിച്ചപ്പോ പാസ്റ്റർ വന്ന ഉടനെ ഒന്നും കിട്ടത്തില്ലെന്നോ? കുഞ്ഞെ, ഒരു കൊച്ചു വീടൊക്കെ ദൈവം തരും, ഒരു 800 അല്ലെ വാഗണറും തരും. മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിച്ച് ദൈവസന്നിധിയിൽ നീ മുട്ടുമടക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി കാര്യങ്ങൾ നിവർത്തിക്കുന്നവൻ ആ സ്വർഗത്തിലെ ദൈവം. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഇവിടുത്തെ കൺവെൻഷൻ നോട്ടീസ് അല്ല. ഇത് അവൻ മേഘാരൂഢനായി വരുന്നു. 5-6 കാര്യങ്ങളാ കർത്താവിന്റെ വരവ്. ബൈബിൾ കൂടെ മത്തായി 24, 32, 33, 34, 35. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. ഇസ്രായേൽ ഇന്ന് രാത്രി 7 രാഷ്ട്രങ്ങളുമായിട്ട് അവൻ യുദ്ധമാ. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 സിറിയ, 4 ഇറാൻ, 5 ടർക്കി, 6 യമൻ. ഇവരെ എല്ലാം അവൻ അടിക്കുവിടം കൊണ്ടൊന്നും തീരത്തില്ല. അത്തി തളർത്തു, കൊമ്പിളതായി വരുന്നു ലോകമകായത്വം. ഇപ്പൊ നടക്കത്തില്ല. ഇതിന്റെ നടുവിൽ ഒരു അച്ചയൻ വരും. ന്യൂ വേൾഡ് ഓർഡർ. അവൻ അടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകയില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുജകുമാരന്റെ വരവിൽ, ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുജകുമാരന്റെ വരവിൽ ഇന്ന് രാത്രി നിങ്ങൾ പത്തനംതിട്ട അല്ലെങ്കിൽ റാന്നി സെന്റ് തോമസിൽ ഇരിക്കുന്നത് പോലെ വചനം കേൾക്കണം. കാന്തന്റെ വരവിന്റെ 4 ലക്ഷണങ്ങൾ: 1 ഇസ്രയേലാകുന്ന അത്തി, 2 ഏകലോക ഭരണം, 3 ഏകലോക മതം, 4 പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റം, 5 ഏറ്റവും നിർണായകമായി നോഗയുടെ കാലം പോലെ, 6 ലോത്തിന്റെ കാലം പോലെ. അതാ ലോസ് ആഞ്ചലസിലെ കാട്ടുതീ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. നോഗയുടെ കാലത്ത് അടിച്ചോലല്ലേ കാറ്റല്ലേ ദൈവാശന്മാരെ അടിച്ചത്? അട്ടച്ചാക്കല്ല, മരങ്ങളെല്ലാം പോയില്ലേ? 79 കിലോമീറ്ററാണ് കാറ്റടിച്ചത്. നിങ്ങൾ നേരത്തെ വരാമെങ്കിൽ അതെല്ലാം പറയാം. അന്ത്യകാല സംഭവമായതല്ല. മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിന്മേൽ. കുസാറ്റിലെ ശാസ്ത്രജ്ഞൻ ഡയറക്റ്റ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ തലമുറ കർത്താവ് വരാൻ പോവാന്ന്. സ്വോത്രം. ലോകം കാണാത്ത കാറ്റാ കേരളത്തിൽ അടിച്ചെന്ന്. സന്തോഷമില്ലല്ലോ? ഏലിയാവ് പോയതുപോലെ മരവും പോയി, ഫ്ലക്സും പോയി, ആ വണ്ടിയും പോയി, ഷീറ്റും പോയി. 30 കിലോ താഴെ ഉണ്ടാകുന്ന പിള്ളേർ പറന്നു പോയാണ്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. എന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഒരു ഫ്ലക്സ് കിട്ടിയോണ്ടാ ഞാൻ രക്ഷപ്പെട്ടല്ലേ, ഫ്ലക്സിന്റെ കൂടെ ഞാനും പോയേനെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി 79 കിലോമീറ്റർ വിൻഡ് ഈസ് കമ്മിങ് ദ ലാസ്റ്റ് ഡേ നൗ എ ഡേയ്സ്. അതാ ക്യൂമിലോ ലിംബസ്. അവസാന രാത്രി കേൾക്കാം, കർത്താവ് ഈ തലമുറയെ വരാറായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ 3 പ്രഭാഷണങ്ങൾ. അതിലൊന്നാ ഒലിവുമല പ്രഭാഷണം, 2ാമത്തെ പ്രഭാഷണം ഗിരിപ്രഭാഷണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന് നമ്മുടെ
മഹാത്മജി അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷകളിൽ കുറിച്ചു വെച്ച ഒരു കാര്യമുണ്ട്. എന്നെ അഹിംസയുടെ ഏടിൽ കൊണ്ടുവന്നത് മതമല്ല, ഇസമല്ല, യേശുദേവന്റെ മൊഴിമുത്തുകൾ. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പ്രഭാഷണ മാളികമുറി പ്രഭാഷണം. അത് പറയുമ്പോഴായിരിക്കും അവസാന രാത്രി. ബൈബിൾ നോട്ട് ചെയ്യാം. യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട 3 പ്രഭാഷണങ്ങൾ. 1 ഒലിവുമല, 2 ഗിരിപ്രഭാഷണം, 3 മാളികമുറി പ്രഭാഷണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് മത്തായി 24:6-7 യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് തന്നിത്തോട് കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത്. ഇന്റർപ്രിട്ടേഷൻ വി ആർ ഗിവിംഗ് ഇൻ ദിസ് ഈവനിങ് കാസ്റ്റ് ടു കാസ്റ്റ്. ഇതുവരെ തീർന്നിട്ടില്ല. നാളെ രാവിലെ പത്രം എടുത്തോ. മണിപ്പൂരി, കുക്കി, മൈതൈ. അപ്പോൾ തന്നെ അനവധി യുദ്ധങ്ങൾ നടക്കും. ക്ഷാമത്തിന്റെ കാര്യം പറഞ്ഞപ്പോ സഹോദരിമാർക്ക് സന്തോഷമില്ല. പണ്ട് വെളിച്ചെണ്ണ തേച്ച് നമ്മൾ സന്തോഷത്തോടെ മുടി ചെയ്യുമ്പോ എന്തൊരു സന്തോഷം. ഇപ്പൊ വില കേട്ടാൽ നമ്മുടെ സന്തോഷം പോകും എല്ലാ ക്ഷാമത്തിലേക്ക്. അത് കഴിഞ്ഞ് ഭൂകമ്പം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ജപ്പാനിലും മ്യാൻമാറിലും കെട്ടിടങ്ങൾ പടപട അമ്പര ചുംബികൾ വീണ്. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഈറ്റുന്നവന്റെ ആരംഭം. കടക്കുന്നു യുദ്ധങ്ങൾ. ഈ യുദ്ധങ്ങളുടെ പരിമസമാപ്തിയ തേർഡ് വേൾഡ് വാർ. ബൈബിളും ചരിത്രങ്ങളും എല്ലാവരും നോട്ട് ചെയ്യണം. 1903 മുതൽ 5 വരെ റഷ്യ, ജപ്പാൻ, റൂസോ ജപ്പാൻ വാർ. ഇന്നത്തെ റഷ്യ അടിച്ചു തോപ്പിച്ചവന്മാരാ ജപ്പാൻകാർ. നമ്പർ 1. 1914 മുതൽ 19 വരെ 1ാം ലോക മഹായുദ്ധം. 5 ലക്ഷം പേർ മരിച്ചു. ഒരു സംഘടന വന്നു, സർവരാഷ്ട്ര സംഘടന, ലീഗ് ഓഫ് നേഷൻസ്. കേൾക്കാം. 39 മുതൽ 45 വരെ 2ാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. ഇസ്രയേലിന് രാഷ്ട്രം കിട്ടി. നാളെ ചിന്തിക്കാം യെരുശലേമിലേക്ക്. 57 ഇസ്രയേലിനെതിരെ ആദ്യത്തെ ആക്രമണം. ബൈബിൾ കൂടെ 1967 6 ദിന അറബ് ഇസ്രയേൽ വാർ. 1971 അമേരിക്ക വിയറ്റ്നാം. പുറകെ ഇന്ത്യ ചൈന. 1975 യോം കിപ്പർ വാർ. ഇന്ത്യ പാകിസ്ഥാൻ ആ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കും പ്രായം ചെന്ന അച്ഛന്മാർക്കും അറിയാം, 1980 മുതൽ 1990 വരെ 10 വർഷം ഇറാനും ഇറാഖും സൂപ്പർ യുദ്ധമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ 90 യുദ്ധം നടന്നു. കുവൈറ്റ് എന്ന രാജ്യത്തെ ഇറാഖിലെ സദാം ഹുസൈൻ കൈക്കളിലാക്കി. 92 അമേരിക്കയുടെ കൈയോടുകൂടി കുവൈറ്റ് സ്വതന്ത്രമായി. കഴിഞ്ഞ 30 വർഷം ലോക സമാധാനത്തോടെ പോയി. 2022 ഫെബ്രുവരി മാസം 22-ാം തീയതി കേൾക്കണം. അന്ത്യകാല സംഭവം റഷ്യയിലേക്ക്. 2022 ഫെബ്രുവരി മാസം 22-ാം തീയതി ഇന്നത്തെ റഷ്യ ആരെ ആക്രമിക്കുന്നു? ഉക്രൈനെ ആക്രമിക്കുന്നു. എന്താ റഷ്യ ഉക്രൈൻ സംഘടന? ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം. ലോകത്തിൽ 2 വൻശക്തികളാണ് ഉള്ളത്. 1 അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. 51 രാഷ്ട്രങ്ങൾ, 51 സ്റ്റേറ്റ് അവരുടെ കൂടെ. അവരുടെ പേരാ നാറ്റോ സഖ്യം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരുവനുണ്ട്, USSR. അവരുടെ പേരാ യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. ബാക്കിയൂടെ പറഞ്ഞു തരാം. 1985 റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിന്റെ പേര് മിഖായിൽ ഗർബച്ചോവ്. അദ്ദേഹം 4ാം ലോക സിദ്ധാന്തം കൊണ്ടുവന്നു. 1991 ലൈവ് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുക്കണം. ഞാൻ പോസ്റ്റ് വരരുത്. ചുവന്ന സൂര്യൻ കെട്ടടങ്ങി റഷ്യ. 1991 ഡിസംബർ മാസം 25-ാം തീയതി റഷ്യ 15ആയി വെട്ടിമുറിക്കപ്പെട്ടു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമേസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ. അതിനുശേഷം വരുന്നു ചെച്ചിനിയ, ക്രിമിയ, സൈബീരിയ. ഈ 15 രാഷ്ട്രങ്ങളായി റഷ്യ വെട്ടിമുറിക്കപ്പെട്ടു. ബൈബിൾ ഉടനെ പഠിപ്പിച്ചു തരാം. ഈ 1991 85 മുതൽ മിഖായിൽ ഗർബച്ചോവ് ആ ഭാഗം വരുമ്പോൾ വിശ്വാസ സമൂഹം ഒരു കാര്യം കേൾക്കണം. മിഖായിൽ ഗർബച്ചോവ് റഷ്യൻ പ്രസിഡന്റാ. ക്രെംലിൻ കൊട്ടാരത്തിൽ അദ്ദേഹം പോകാൻ വരുമ്പോൾ രാവിലെ ഒരു വാഹനം വരും, അകമ്പടിക്കാർ വരും. അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റൈസ ഗർബച്ചോവ് എന്ന. സഹോദരിമാർ കേൾക്കണം. അവർ മുറിയിൽ ഒരു ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കാം. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസിയ. അവരിങ്ങനെ കരയും. അപ്പോൾ മിഖായിൽ ഗർബച്ചോവ് റൈസ ഗർബച്ചോവിനോട് ചോദിച്ചു, ഞാൻ കൊട്ടാരത്തിൽ പോകുമ്പോൾ താങ്കൾ എന്തിനാ കരയുന്നത്, പ്രാർത്ഥിക്കുന്നത്? ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കളെ റഷ്യയുടെ പ്രസിഡന്റ് ആക്കിയത് സ്വർഗത്തിലെ ദൈവമാ, അതുകൊണ്ടാണ് ഞാൻ മുട്ടുമടക്കുന്നത്. അദ്ദേഹം ദൈവമില്ലെന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. പക്ഷേ റൈസ ഗർബച്ചോവിന്റെ കണ്ണുനീര് കണ്ടിട്ട് സ്വർഗം കരളലിഞ്ഞു. അദ്ദേഹം റഷ്യയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കരമുയർത്തുന്നവർക്കായി
വീട്ടിനകത്ത് കലാപമല്ല വലുത്, കരിങ്കൊടി അല്ല വലുത്, പോസ്റ്റ് ഇടുന്നതല്ല വലുത്. നിന്റെ കുടുംബത്തിന് രക്ഷപ്പെടെങ്കിൽ മുട്ടുമടക്കി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ്, ഒരു സഹോദരിയുടെ കണ്ണുനീരിന് മുമ്പിൽ റഷ്യയുടെ പ്രസിഡന്റിന് മടങ്ങി വരാൻ അവസരം കൊടുത്തതുപോലെ 2025 തണ്ണിത്തോടിലെ കൺവെൻഷനിൽ പറയണം, ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ചിലതിനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം. ഈ മിഖായിൽ ഗർബച്ചോവ് റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരാ പറഞ്ഞ റഷ്യ വെട്ടിമുറിക്കണം. അങ്ങനെയെങ്കിൽ ആ റഷ്യ വെട്ടിമുറിച്ചു. അതിൽ 6ാമത്തെ കണ്ണിയ ഇന്നത്തെ ഉക്രൈൻ. എന്താ റഷ്യ ഉക്രൈൻ സംഘടന തീരത്തില്ല. നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ 3 വർഷവും 5 മാസമായി 3 വർഷവും 4 മാസമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ജൂൺ മാസത്തിൽ ഇത് അവസാനിക്കത്തില്ല. ഉക്രൈൻ 6 ഡിസ്ട്രിക്ട് മാത്രമേ ഉള്ളൂ. കീവും, ഓർക്കീവും, മരിയാപോൾ, സഫറേഷ്യ, ഒഡേസിയ. റഷ്യ പോയിട്ടുള്ളവർക്കറിയാം ഇതൊരു ചെറിയ സ്ഥലമാണ്. റഷ്യ ലോകത്തിലെ 1ാമത്തെ വലിയ രാഷ്ട്രം. എന്തുകൊണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു? എല്ലാവരും കേൾക്കണം. ഇതിനകത്ത് 3 ഭാഗമുണ്ട്. സാധാരണ സംഭവമല്ല. ഒന്ന്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റഷ്യ. അതിന്റെ കൂടെ ഉക്രൈനെ കിട്ടിയാൽ റഷ്യ ആഗോളതലത്തിൽ ഗോതമ്പിന്റെ സംഭരണ കേന്ദ്രമാണ്. 2, ഇന്ന് രാത്രി നാം ഇവിടെ നിൽക്കുമ്പോൾ റഷ്യയിൽ ഒരു ആണവ നിലയമുണ്ട്, ചൊർണോവ് ആണവ നിലയം. അത് ഏകദേശം തകർന്നു കിടക്കുക. എങ്ങനെയെങ്കിലും ഉക്രൈനിൽ ഒരു ആണവ നിലയമുണ്ട്, സഫ്രോഷ്യ ആണവ നിലയം. അത് കൈക്കലാക്കാം. 3, ഈ റഷ്യയിലല്ല ഏറ്റവും നല്ല നദി, ലോകത്തിൽ ഏറ്റവും നല്ല മിനറൽ വാട്ടർ കിട്ടുന്ന നദിയുണ്ട്. ഇവിടുത്തെ നമ്മുടെ അലൈൻ വാട്ടറോ അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന നല്ല ഗ്രീൻ വാലി വാട്ടറോ ഒന്നും അല്ല, നിപ്പർ നദി അഥവാ ഉക്രൈനിൽ ഒരു നദിയുണ്ട്. അതിലെ വെള്ളം കിട്ടിയാൽ റഷ്യ രക്ഷപ്പെടും. അതിനുവേണ്ടി ഉക്രൈനെ കണ്ണുവെച്ചിരിക്കുന്നതാ. 2010 എല്ലാവരും കേൾക്കണം, ഉക്രൈനുള്ളില് പ്രസിഡന്റ് വന്നു. അദ്ദേഹത്തിന്റെ പേര് വ്ളാഡിമർ സെലൻസ്കി, യഹൂദൻ. അപ്പോൾ റഷ്യ ഡിവൈഡ് ആയപ്പോൾ ഒരു കരാർ വെച്ചിട്ടുണ്ട്. റഷ്യന്ന് ഡിവൈഡ് ചെയ്ത രാജ്യങ്ങൾ ഒരു കാരണവശാലും നാറ്റോയിൽ ചേരരുത്. ഇതാ ഇവിടുത്തെ ഏഷ്യാനെറ്റുകാരനോ മനോരമക്കാരനോ പത്തനംതിട്ട ന്യൂസുകാരനോ അറിയത്തില്ല, എഴുതിക്കോണം. ആ കരാർ 1975 യുണൈറ്റഡ് നേഷൻസിനകത്ത് ഒരു കരാറുണ്ട്, അമേരിക്കയും റഷ്യയും. അതിന്റെ പേരാ ജോൺ എഫ് കെന്നഡി കരാർ. അഥവാ റഷ്യ ഒപ്പിട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റ രാജ്യത്തെയും നാറ്റോയിൽ ചേർക്കരുത്. രാജ്യം ഡിവൈഡ് ചെയ്ത് പിന്നെ 2013 ആര് വന്നു? ട്രംപ് വന്നു. ആ ട്രംപ് വന്നപ്പോൾ ഇദ്ദേഹം കത്ത് കൊടുത്തു. ആരാ? ഈ നമ്മുടെ ഉക്രൈന്റെ പ്രസിഡന്റ് കത്ത് കൊടുത്ത ട്രംപ് അല്ല, ഒബാമ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നടക്കത്തില്ല ജോൺ എഫ് കെന്നഡി കരാർ. അത് കഴിഞ്ഞ് 2ാമത് ട്രംപ് വന്നു, ട്രംപിന്റെ കത്ത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു നിന്നെ ചേർക്കത്തില്ല. കോവിഡ് സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ, അദ്ദേഹത്തിന്റെ കത്ത് കൊടുത്ത് നാറ്റോ ചേർക്കത്തില്ല. അന്ന് അവൻ ഒരു ഡബിൾ പ്ലേ കളിച്ചു ഉക്രൈൻകാരൻ. അവൻ അമേരിക്കയെ വിട്ട് യൂറോപ്യൻ യൂണിയന് കത്ത് കൊടുത്തു, ഞങ്ങളെ ചേർക്കണം. അപ്പോൾ ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന് കിട്ടി, യവൻ മതില് ചാടും. മനസ്സിലാകുന്നവർക്കായി ഞങ്ങളുടെ പാസ്റ്റർമാരുടെ ഭാഷയിലാണ് ഇന്ന് IPC, നാളെ ചർച്ചകോട്, മറ്റന്നാൾ ഷാരൂൺ, അത് കഴിഞ്ഞ് വേണം ന്യൂ ഇന്ത്യ. സന്തോഷമുള്ളവർക്കായി സ്വോത്രം. ഇതുപോലെ അവൻ മതില് ചാടുമെന്ന് ആർക്ക് പിടികിട്ടി? പുടിന് പിടികിട്ടി. അതുകൊണ്ട് 2022 ഫെബ്രുവരി മാസം 22-ാം തീയതി ആരെ ആക്രമിച്ചു തുടങ്ങി? ഉക്രൈനെ ആക്രമിച്ചു തുടങ്ങി. എന്തുകൊണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു? പറയാം. ഉക്രൈൻ നാറ്റോയുടെ പരിധിയിൽ വന്നാൽ അമേരിക്ക ഗൾഫിലെ കണക്കൊരു സൈനിക താവളം കൊണ്ടുപോയി ഉക്രൈനിൽ വച്ചാൽ റഷ്യയുടെ കാര്യം മുഴുവൻ കട്ടപ്പോക. മനസ്സിലാകുന്നവർക്കായി അവന്റെ മുഴുവൻ സാറ്റലൈറ്റുകളും പിടിക്കും, അവന്റെ സംവിധാനങ്ങൾ മുഴുവൻ തീർക്കും. അതുകൊണ്ട് പുടിൻ ആരെ അടിക്കുന്നു? ഉക്രൈനെ അടിക്കുന്നു. ഈ യുദ്ധം തീരുമോ? ഇല്ല മക്കളെ, ഇതെത്താൻ പോകുന്നത് ഇസ്രായേലിലേക്ക്. ആദ്യ രാത്രി ആരംഭിക്കുന്നു. ബൈബിൾ എസെക്കിയേൽ പ്രവചനം 39:1-2. എല്ലാവരും ബൈബിൾ തുറക്കണത്. അന്ത്യകാല പ്രവചനമാ എസെക്കിയേൽ 39:1-2. കുഞ്ഞു പെരിയ വായിച്ച് സഹായിക്കണം. നിങ്ങൾ നോട്ട് ചെയ്യണം. വായിക്കാം. നീയോ മനുഷ്യപുത്ര ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. അവിടെ ഫുൾ സ്റ്റോപ്പ്. മക്കളെ ബാക്കി എടുത്തു വെക്കണം. ഗോഗ് ആരാ? ഗോഗ് ചരിത്രവും കൂടെ പറഞ്ഞുതരാം. നോഹയ്ക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ശേം, ഹാം, യാഫെത്ത്. യാഫെത്തിന്റെ തലമുറകളാ മാഗോഗ്, താദായി, യൂബാൽ. മാഗോഗ മംഗോളിയൻ സാമ്രാജ്യം. 5 കുള്ളന്മാർ. 1 കൊറിയ, 2 ചൈന, 3 റഷ്യ.
കര ഉയരുന്നില്ലല്ലോ. ഇപ്പൊ അവന്മാര് 3 പേരൂടെ നിൽക്കുന്ന പട ഭാഷമാര് കാണുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. ഇസ്രായേലിന് നേരെ 3 പേരൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഇന്ന് രാത്രി ഫോട്ടോ എടുത്തു. സ്വോത്രം. യവന്മാരാ കൊറിയ, എന്ന് ചൈന, 3, അത് കഴിഞ്ഞിട്ട് റഷ്യ, അത് കഴിഞ്ഞിട്ട് 4-മത്തെ ഒരുവനുണ്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ജപ്പാൻ ഇപ്പൊ ഇസ്രായേലിനോട് എതിർക്കുന്നു, അവന് അവരുടെ കൂട്ടത്തിൽ ചേരുമെന്ന് പേടി. 5-മത്തെ രാജ്യമാ തൈവാൻ. അപ്പം പഞ്ചപാണ്ഡവന്മാർ കൊറിയ, ജപ്പാൻ, ചൈന, റഷ്യ, ഇവരെല്ലാം ഒരു കമ്പി നിൽക്കുമെന്ന്. ഈ മാഗോഗിന്ന് ഇറങ്ങിപ്പോയവനാ ഇന്നത്തെ ഗോഗ് റഷ്യ. നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. വായിക്കാം, അടുത്ത വാക്ക് മോള് വായിച്ചിട്ട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആ, രോഷ് റഷ്യ, മേശക്, മോസ്കോ തലസ്ഥാനം, തൂബൽ, ട്രൂബൽ, ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, രാജ്യങ്ങളുടെ ഇന്നത്തെ തലവനായ റഷ്യയെ വായിച്ചട്ടെ. വിരോധമായിരിക്കുന്നു. റഷ്യക്ക് ഇന്ന് ലോകരാജ്യങ്ങൾ വിരോധം. അതുകൊണ്ടാണ് എലോൺ മസ്കും ഇസ്രയേലിന്റെ മൊസാദും ഉക്രൈന്റെ ഭരണാധികാരിയും ചേർന്ന് കഴിഞ്ഞ ദിവസം റഷ്യയുടെ പ്രസിഡന്റിന് എവിടെ കാറിന് വരെ അള്ളു വെച്ചത്. അവന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പേടിയാ റഷ്യയുടെ പ്രസിഡന്റിന്. മനസ്സിലാകുന്നവർക്കായി ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അടുത്തത് ബൈബിൾ പ്രവചനം. ഇന്ന് നടക്കുന്ന റഷ്യ ഉക്രൈൻ എവിടെ? വായിക്കാം, അടുത്ത വാക്ക്. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് ഞാൻ ഇന്നത്തെ റൂട്ട് മാറ്റും. മണിയാറ് ചിറ്റാറ് വരാതെ നമ്മുടെ കോന്നി വഴി കയറി വരുമെന്ന് പയ്യനാമൻ വഴി വണ്ടി മാറി വരുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6-1 അതാ ഉക്രൈൻ 6, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, 6-മത്തെ രാജ്യം ഉക്രൈൻ. അപ്പൊ റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന് ഞങ്ങളുടെ ബൈബിളിനകത്ത് എത്ര ക്ലിയർ. ഇതാ ഞങ്ങളുടെ ബൈബിളിന്റെ പ്രവചനം. സഖാവ് EMS അറിയത്തില്ല, MA ബേബിക്ക് അറിയത്തില്ല, EK നയനാർക്ക് അറിയത്തില്ല, VS അച്യുതാനന്ദൻ അറിയത്തില്ല, ഇവിടുത്തെ രാജു എബ്രഹാം സാറിനും അറിയത്തില്ല. എന്നാൽ 2600 കൊല്ലം മുമ്പ് ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ബൈബിളിനകത്ത് 6 രാജ്യങ്ങളുടെ ഒരു രാജ്യമായ ഉക്രൈനിൽ കൂടെ നിന്നെ കടത്തും. റഷ്യ വെട്ടിമുറിക്കപ്പെടും. അപ്പച്ചാമച്ചി കൺമക്ഷ കൂട്ടങ്ങളെ പ്രഥമ രാത്രി പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന ബൈബിളിന് ഇന്ന് രാത്രി യാതൊരു മാറ്റവുമില്ല. ആളെ റൈസിംഗ് ലൈൻ ഇറാൻ കേൾക്കുമ്പോ ബാക്കിയൂടെ മനസ്സിലാവും. ഈ റൂട്ട് എവിടെ പോവും? ഓള് വായിച്ചാട്ടെ. 6-1 ശേഷിപ്പിച്ച് വടക്കേ വായിച്ചു. നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് സൈബീരിയ, ഏറ്റവും അവസാനം എത്തുന്ന റഷ്യയുടെ ബോർഡർ, ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. കരമുയർത്തുന്നവർക്ക് ഇത് വരാൻ പോകുന്ന അന്ത്യദിനത്തിലേക്ക്. പക്ഷെ അതൊന്നും നടക്കത്തില്ല. ഇസ്രായേൽ പർവ്വതങ്ങളിലേക്ക് കരുതും. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഒരു കൂട്ടം എഴുന്നേൽക്ക്. ഇന്നവരെ കാശും പണം ഇല്ലാത്തതുകൊണ്ട് താമസം പിന്നെ അവർ എഴുന്നേൽക്ക്. ആര് ഇസ്രായേലിനെ ആക്രമിക്കാൻ എഴുന്നേൽക്ക്? റഷ്യയുടെ കൂടെ ആരൊക്കെ? എസെക്കിയേൽ പ്രവചനം 38:5-6. ഈ യുദ്ധം ഇവിടെ തീരത്തില്ല. എസെക്കിയേൽ 38:5-6 വായിച്ചിട്ട് പോലെ നിന്നോട് കൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരികയും ധരിച്ച പാർസികളായി ഇന്നത്തെ ഇറാൻ അവന്റെ കൂടെ ഘട്ടത്തേക്ക് നിൽക്കുന്നത്. നമ്മുടെ കൺവെൻഷൻ നിൽക്കുമ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് അമേരിക്കയിലെ ട്രംപിനെ വിളിച്ചു പറയുന്നു, അടി നിർത്തണം ഇറാന് നേരെ. പാർസികൾ. അടുത്തത് കൂശ്യർ, എത്യോപ്യ രാജ്യം, ലിബിയ രാജ്യം, ഗോമേരും വടക്കൻ കൊറിയ. അടുത്തത് അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും. അറബ് രാജ്യങ്ങളുടെ നല്ലൊരു വിഭാഗം റഷ്യയുടെ കൂടെ കരം കൊടുക്കും അന്തിമ ദിനം. അടുത്ത വാക്ക് വായിക്കാം. തോഗർമാഗ്രഹം ഇന്നത്തെ തുർക്കി. അവന്റെ പേരാ തോയ് ബർദോഗ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ ലീഡർ. പാകിസ്ഥാൻ ഇന്ത്യയുടെ പകൽഗാം നടത്തി. ഇന്ത്യക്കാരൻ ഓപ്പറേഷൻ സിന്ദൂർ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വേണമെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനെ സഹായിക്കാം. മനസ്സിലാകുന്നവർക്കായി. അവന്റെ പേരാ തുർക്കി. ഇന്ന് തുർക്കിയിൽ ഒരുവൻ വന്നിട്ടുണ്ട്, അവന്റെ പേരാ തോയ് ബർദോഗൻ. അതുകൊണ്ട് ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞു, സദാം ഹുസൈനെ ഓർമ്മയുണ്ടോ? നീ മിണ്ടാതിരുന്നാൽ നല്ലത്. മനസ്സിലാകുന്നവർക്കായി. നാം പറഞ്ഞുതരാം, യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. അതുപോലെ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വഴി ഒരുക്കുന്നവന് ഇന്നത്തെ തുർക്കിയിലെ തോയ് ബർദോഗൻ. പെന്തിക്കോസുകാർ കേട്ടാട്ടെ, പള്ളിക്കാർ ഓർത്തഡോക്സുകാരും കേട്ടാട്ടെ. അവൻ വന്ന ഉടനെ ഒരു പള്ളി പിടിച്ചു, ഗ്രീക്കിലെ ഓർത്തഡോക്സ് പള്ളി. അതിന്റെ പേരാ ഹാഗിയ സോഫിയ. 400 കൊല്ലം ഓർത്തഡോക്സ് സഭ ആരാധിച്ചുകൊണ്ടിരുന്ന പള്ളി അവന്റെ കയ്യിൽ കൊണ്ടുപോയി. അത് വലിയ വിഷയമായി. 2-മത്തെ പള്ളി പിടിക്കാൻ പോയപ്പോ സ്വർഗം വിചാരിച്ചു, നിന്റെ പള്ളി പിടുത്താൻ ഞാൻ നിർത്തിത്തരാം. സ്വോത്രം. അന്ന് തുർക്കി ഭൂകമ്പം വന്നു, അവന്റെ പള്ളി പിടുത്തവും തീർന്നു. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി. അത് പറഞ്ഞപ്പോ കരിമാന്തോട്ടുകാർക്കും തണ്ണിത്തോട്ടുകാർക്ക് സന്തോഷമില്ലല്ലോ. സ്വോത്രം.
ഇടയ്ക്ക് ഈ പള്ളിയും മദ്രാസനൊക്കെ പിടിക്കാൻ പോകുമ്പോൾ വല്ല ഭൂകമ്പമൊക്കെ വന്നിരുന്ന സന്തോഷമായിരുന്നേനെ പള്ളി കൊടുത്ത് നിന്നേനെ. മനസ്സിലാക്കുന്നവർക്കായി, തുർക്കിയിലെ കാര്യം മനസ്സിലാക്കുന്നവർക്കായി. ആരെയും വിമർശിക്കുകയല്ലോ. അവനാ തോയ് ബർദോഗ്, വടക്കേ അറ്റത്തുള്ള തോകർമാഗ്രഹം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോട് കൂടെ പുറപ്പെടുമാറാക്കും. റഷ്യയുടെ കൂടെ ഒരു കൂട്ടം ജാതികൾ എഴുന്നേൽക്കും. അത് 3 പേര് എഴുന്നേറ്റു. വടക്കൻ കൊറിയ, ചൈന, റഷ്യ. അവർ ഇന്ന് ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചു. വരാൻ പോകുന്നത് അന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ. അങ്ങനെയെങ്കിൽ ഇസ്രയേലിന്റെ കൂടെ ആര് നിൽക്കും? ഇപ്പോഴത്തെ കാനഡയിൽ ആൽബർട്ടായിൽ നടന്ന കരാറ് ഇപ്പോൾ കുഞ്ഞു വായിക്കാൻ പോകുന്നത്. വായിക്കാം. എസെക്കിയേൽ പ്രവചനം 38:13. ഇസ്രയേലിന്റെ കൂടെ ആര് നിൽക്കും? വായിക്കാം. ശെബയും ദദാനും. ശെബ സൗദി അറേബ്യയോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാ. ഇന്നത്തെ യമനെ അടിച്ചൊതുക്കിയ അറബ് രാജ്യങ്ങൾ. ഇസ്രയേലും അമേരിക്കയുടെ ഇറാഖിനെ അടിച്ചെടുക്കുന്ന പോലെ ആരെ കൈക്കലാക്കും? യമനെ കൈക്കലാക്കാൻ സൗദിക്ക് മൗന സമ്മതം. എന്താ യമനിലെ ഹൂത്തി വിമതർ? നാളെ ചിന്തിക്കാം. സൗദിയുടെ എണ്ണപ്പാടങ്ങൾ നോക്കുന്നു, മക്ക മദീന നോക്കുന്നു, ഹൂത്തി വിമതർ ഷിയാക്കാർ. അതുകൊണ്ട് അമേരിക്കയോട് പറയാം അവനെ അടിച്ചൊതുക്കിക്കോളാൻ. സദാം ഹുസൈൻ അടിച്ചൊതുക്കിയാല് യമനെ അമേരിക്ക ഇസ്രായേലും കൈക്കൊണ്ടുവരും. ശബ. അടുത്തത് വായിക്കാം. ദദാൻ. അത് കഴിഞ്ഞാൽ ഏഡൻ രാജ്യം. അത് കഴിഞ്ഞാൽ വായിച്ചാട്ടെ. തർശീശ് വർത്തകന്മാരും. യവന്മാരാ യൂറോപ്പിലെ 5 അവന്മാർ. കഴിഞ്ഞ ദിവസം ആൽബർട്ട, കാനഡയിൽ ആൽബർട്ടയിൽ ഉച്ചകോടി നോടി തുടങ്ങി. ആരുണ്ടായിരുന്നു? ഫ്രാൻസ്. പേപ്പർ വായിക്കണം. ബ്രിട്ടൻ. അത് കഴിഞ്ഞ് ജർമ്മനി. അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രയേലിന് അവരെ സംരക്ഷിക്കാൻ അവകാശമുണ്ട് കരമുയർത്തുന്നവർക്കായി. എത്ര ക്ലിയറായി ബൈബിളും പ്രവചനവും കണ്ടോ? ഇതാ യൂറോപ്പ് ഇസ്രയേലിനെ വിട്ടു പറയത്തില്ല. അടുത്തത് കേട്ടോണം, വായിക്കാം. അടുത്തത്. അതിലെ സകല ബാലസിംഹങ്ങൾ. ഇന്ന് ബാലസിംഹങ്ങളായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അതിലൊന്നാ ഫ്രാൻസ്, തകരാതിരിക്കുന്ന അമേരിക്ക, ഒന്ന് ഇന്ത്യ. എല്ലാവരും കേൾക്കണം. അഹമ്മദാബാദിൽ ഒരു വിമാനം തകർന്നു. അതിന്റെ ദുഃഖത്തിൽ ഇന്ത്യ നിൽക്കുമ്പോൾ ആ ദിവസങ്ങളിൽ റഷ്യ, ഇസ്രയേൽ ആരെ അടിക്കുന്നത്? ഇറാനെ അടിക്കുന്നത്. എല്ലാ പെന്തിക്കോസുകാരും കേൾക്കണം. ലോക രാജ്യങ്ങളെ ആരും ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചില്ല. 1 ട്രംപിനെ വിളിച്ചു. 2 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ വിളിച്ചു. 3 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനെ വിളിച്ചു. കരമുയർത്തുന്നവർക്കായി. കണ്ടോ? ലോകത്തിൽ ധനമുള്ള രാജ്യങ്ങളെ കൈക്കകത്ത് കൂട്ടി. ഫ്രാൻസിനെ പിടിച്ചു, ട്രംപിനെ പിടിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ മോഡി സാറിനെ 3 പേരെ മാത്രമേ ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചോളൂ. ബൈബിൾ പ്രവചനം ശരിയാകുന്നു. യൂറോപ്പ് നിന്റെ കൂടെ നിൽക്കും. സാമ്പത്തികത്തിൽ നിൽക്കുന്ന ബാലസിംഹങ്ങൾ ഇപ്പോൾ ആരോട് കൂടെ നിൽക്കും? ഇസ്രയേലിനോട് കൂടെ നിൽക്കും. സ്വോത്രം. ക്ലിയർ ആയില്ലയോ? ഗാസയ്ക്കെതിരെ ഒരു പ്രമേയം വന്നു. ഇന്ത്യ മിണ്ടാതിരുന്ന് കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് നേഷൻസിനകത്ത്. സ്വോത്രം. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സാറ് ഇപ്പൊ കാനഡയിൽ നിന്ന് പത്ര കയറി ചോദിച്ചാൽ പറയാം, ഇറാൻ ബി ഹമാരാ ദോസ്ത് ഹൈ, ഇസ്രായേൽ ബി ഹമാരാ ദോസ്ത് ഹൈ. മലയാളം അറിയാവുന്നവർക്കായി ഹം ക്യാ ബോലേഗാ, 2 പേരും എന്റെ കൂട്ടുകാരാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് ചായ കുടിക്കട്ടെ. സന്തോഷമില്ല, മിണ്ടത്തില്ല. സ്വോത്ര. മനസ്സിലാകുന്നവർക്കായി. എവിടം വരാൻ? ബാലസിംഹങ്ങൾ. ഇവരെല്ലാം ആരോട് നിൽക്കും? ഇസ്രയേലിനോട് നിൽക്കും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അന്ത്യകാല സംഭവം. ഇതെല്ലാം കാനഡയിൽ നടന്ന G7 ഉച്ചകോടിയിൽ അവരെല്ലാം പറഞ്ഞു. അവിടെ ഒരു പ്രമേയം ഇസ്രയേലിനോട് വെടിനിർത്താൻ പറഞ്ഞത് അന്നേരം നിർത്തിയാണ്. നിർത്തത്തില്ല. അതുകൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, ട്രംപ് ഒരു കോൾ ചെയ്താൽ ഇന്ന് ഇവിടെ വെടിനിർത്താം. നിർത്തത്തില്ല. ഇതിന്റെ പിൻപിൽ ചില കാര്യമുണ്ട്. അടുത്ത ദിവസങ്ങൾ പ്രസേജ് നിങ്ങൾ കേൾക്കാം. അടുത്തത്, നീ കൊള്ളയിടുവാനോ. വായിച്ചാട്ടെ മോളെ. നീ കൊള്ളയിടുവാനോ വന്നത്. റഷ്യ കൊള്ളയിടുവാനോ വന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അടുത്തത് കവർച്ച. കവർച്ച ചെയ്യുവാനും പൊന്നും വെള്ളിയും. വായിച്ചാട്ടെ. വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിക്കാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും. ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളയാ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. അവിടെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് റഷ്യ സാമ്പത്തികമായിട്ട് തകർന്നു. അവന്റെ കാശ് ഉണ്ടായിരുന്ന ഇറാനെ സഹായിക്കാൻ വന്നേന്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ MBBS പഠിക്കാൻ പോയി. റഷ്യയിലെ കോളേജുകളെല്ലാം പൂട്ടി, IFC കോഡെല്ലാം പോയി. അവിടുത്തെ വലിയ വലിയ കമ്പനികൾ എല്ലാം സ്ഥലം കാലിയാക്കി. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായിട്ട് റഷ്യ കുലുങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇറാൻ സഹായം ചോദിച്ചിട്ട് റഷ്യ പറഞ്ഞു, ഒരു രക്ഷയില്ല, ഞങ്ങളാകെ അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. അതെന്തിനാ? അത് അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാ. അതൊരു ജാതി ആക്രമണമല്ല. 1 റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ
ഒരു കാര്യമുണ്ട്, റഷ്യയിലെ ചൊർണോ ആണവ നിലയം കത്തിക്കിടക്കിയാൽ അവിടെ ധാതു ലവണം കിട്ടിയാൽ ഇത് വർക്ക് ചെയ്യാം. അങ്ങനെ ധാതു ലവണം കിടക്കുന്ന ഒരു കടലുണ്ട്, അതാ ലോത്തിന്റെ കാലത്ത് തീയിറങ്ങിയ ചാവ് കടൽ. അവിടെ കിടപ്പുണ്ട് ലിഥിയം, തോറിയം, യുറേനിയം എല്ലാം. എസക്കേൽ താഴെ വീട്ടിൽ ചെന്ന് വായിക്കണം. റഷ്യയോട് സ്വർഗം പറയുന്നു, അന്നാളിൽ നിന്റെ അകത്ത് ഞാൻ ഒരു ദുരുപായം കൊണ്ടുവരും. എസക്കേൽ 11:38-11 വായിക്കാൻ സമയമില്ല, നമ്മുടെ സഭയെ ലഭ്യത കൊണ്ട്. രണ്ടാമത്തെ കാര്യം, ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്യാസ് കിട്ടുന്നത് ഖത്തറാണ്. തെറ്റ്. ഇസ്രയേലിന്റെ നെഗോ മരുഭൂമിയുണ്ട്, ഭൂമിക്കടിയിൽ ഗ്യാസ് കിടപ്പുണ്ട്, നാച്ചുറൽ ഗ്യാസ്. മൂന്നാമത്തെ കാര്യം, കുവൈറ്റിൽ എണ്ണയുണ്ട്, സൗദിയിലുണ്ട്, ഇറാനിലുണ്ട്. ഇസ്രയേൽ 2 എണ്ണയെ ഹൈബ തുറമുഖത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ എണ്ണക്കിണറിന്റെ പേര് ലവ്യാദാൻ താമാർ. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെ ആക്രമിച്ചാൽ മെഡിറ്ററേനിയൻ കടലിൽ കിടക്കുന്ന എണ്ണ മുഴുവൻ കൈക്കലാക്കുവാൻ റഷ്യ അറബ് രാജ്യങ്ങളെ കൂട്ടി ഇസ്രയേലിനെ ആക്രമിക്കും. അതിന്റെ പേരാ 3-ാം ലോകമഹായുദ്ധം. അങ്ങനെയെങ്കിൽ ഇസ്രയേലിന്റെ കടലിനകത്ത് എണ്ണ കിടപ്പുണ്ടോ? ബൈബിൾ ക്ലിയർ. വായിക്കാൻ മോളെ, ആവർത്തന പുസ്തകം 33-ാം അധ്യായം 24-ാമത്തെ വാക്യം. കടലിനകത്ത് എണ്ണയുണ്ടോ? ഇസ്രയേലിനകത്ത് വായിച്ചു തരാം. ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട്, അവൻ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. അടുത്ത വാക്ക് എല്ലാവരും ബൈബിൾ വരച്ചാട്ടെ. അവന്റെ കാൽ, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. ആശേർ ഗോത്ര സഹോദരന്മാർക്ക് ഇഷ്ടനാകട്ടെ. അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. പച്ചെള്ളല്ല, മണ്ണെണ്ണയല്ല, ക്രൂഡ് ഓയിൽ. അവന്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ. സ്വത്രം. അങ്ങനെ ഒരു സാധനം ഇസ്രയേലിലെ ഹൈബായിൽ കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ നാടൻ ഭാഷ, തണ്ണിത്തോടിലെ പാപ്പച്ചായന് 3 കൃഷി: 1 റബ്ബർ, 2 കുരുമുളക്, 3 ഏലം. സന്തോഷമില്ലല്ലോ? റബ്ബറിന്റെ വില കുറയുമ്പോൾ കുരുമുളകിന്റെ വില കയറ്റും, കുരുമുളകിന്റെ വില മാറുമ്പോൾ ഏലത്തിന്റെ വില കയറ്റും. അങ്ങനെയെങ്കിൽ ഇന്ന് തകർന്നു കിടക്കുന്ന റഷ്യ 3 കാര്യങ്ങൾക്ക് വേണ്ടി ആരെ ആക്രമിക്കും? ഇസ്രയേലിന്. 1 ധാതു ലവണം, 2 കംപ്രസ്ഡ് ഗ്യാസ്, 3 എണ്ണ കിട്ടാൻ അറബ് രാജ്യങ്ങളെ കൂട്ടി ഇസ്രയേലിനെ ആക്രമിക്കും. ആ യുദ്ധത്തിന്റെ പേരാ 3-ാം ലോകമഹായുദ്ധം. അതിന്റെ ചാലുകൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി തണ്ണിത്തോട് കൺവെൻഷൻ ഇരിക്കുന്ന ദൈവമക്കൾ പറയണം, ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടമെടുക്കപ്പെടും. അതാ ഞങ്ങളുടെ കൺവെൻഷൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യയും പാകിസ്ഥാനും പകൽഗാം ഭീകരാക്രമണത്തിന്റെ മറവിൽ വെടി തുടങ്ങുന്നതിന് മുമ്പ് വാഗ അതിർത്തിയിൽ ന്യൂഡൽഹിയിൽ നിന്ന് കുറെ പാകിസ്ഥാന്റെ കോൺസുലേറ്റുമാരെ അവിടെ കൊണ്ടിറക്കി കൊടുത്തു. അപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് ഇന്ത്യയുടെ അറ്റാഷമാരെ വാഗ അതിർത്തി കൊണ്ടുവന്നു. 2 പേരും കൈമാറ്റം ചെയ്തു. 24 മണിക്കൂർ ചർച്ച നടത്തി. രക്ഷയില്ലാതായപ്പോഴ വെടിനിർത്തൽ നൽകിയതെങ്കിൽ വാഗ അതിർത്തിയിൽ വെച്ച് പാകിസ്ഥാന്റെ അറ്റാഷമാരെ അങ്ങോട്ട് കൊടുക്കും. ഇന്ത്യയുടെ മിലിറ്റൻസിനെ കൈമാറുന്നത് പോലെ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കൈമാറ്റം നടക്കും. അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി തണ്ണിത്തോടെ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇനി 5 വാക്യം കൂടെ നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഈ സമയത്ത് കുഞ്ഞുങ്ങൾ പാട്ടുപാടും. അപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ സമയം കൊടുക്കുന്നത് ഇവിടുത്തെ കൺവെൻഷന് വേണ്ടിയല്ല. എല്ലാവരും കേൾക്കണം. ബഹുമാനപ്പെട്ട സാർ ഇവിടെ ഇരിപ്പുണ്ട്, ഭവനത്തിലെ അച്ഛനുണ്ട്, ഇവരുടെ ഒരു ട്രസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു സാധുവായ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുക. കയ്യിൽ കാശില്ല. ഈ 3 ദിവസത്തെ സ്വോത്ര കാഴ്ച ഒരു 10 യാക്ക് സിമെന്റിനെങ്കിലും കൊടുത്താൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് കൺവെൻഷന് വേണ്ടിയല്ല ഈ സ്വോത്ര കാഴ്ച. ആരും തെറ്റിദ്ധരിക്കരുത്. ഈ മോൻ ഒരു പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പാവപ്പെട്ട സാധുവിന് വേണ്ടി ഒരു വീട് പണിയുവാൻ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 5 വാക്യം കൂടെ വായിക്കുമ്പോൾ ഈ രാത്രി അവസാനിക്കും. കുഞ്ഞുങ്ങളൊരു പാട്ട് പാടുമ്പോൾ കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് ആ കുടുംബത്തിന്റെ കെട്ടുമണിക്ക് ഒരു നന്മ കൊടുക്കാം. ദൈവാനുഗ്രഹിക്കട്ടെ.
കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. എൻ രക്ഷക, എൻ ദൈവമേ, നീ അല്ലാതെ എനിക്ക് ആരുമില്ല. ഏത് നേരത്തും നിന്റെ കരം എന്നെ വഴി നടത്തും. കരമുയർത്തുന്നവർക്കായി അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടിയ കുഞ്ഞുങ്ങളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. 6 വാക്യങ്ങൾ കൂടെ നേരെ ഇസ്രയേലിലേക്ക്. ഈ രാത്രി യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. ഇന്ന് രാത്രി തന്നിത്തോട് ബോസ്കോ സ്റ്റേഡിയത്തിനകത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ ലോകം 2 ചേരിയിൽ നിൽക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവെപ്പോൾ, അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു ലക്ഷണമാ ഈ ദിവസങ്ങളിൽ നടന്നത്. ഒക്ടോബർ 7 വായിക്കുന്നു. റോമാ ലേഖനം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം. ബൈബിൾ ഉള്ളവരെല്ലാം ഒരു ബൈബിൾ സ്റ്റഡി പോലെ തന്നെ എഴുതിയെടുക്കണം. റോമാ ലേഖനം 11:25 വാക്യം. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവെപ്പോൾ. വായിച്ചോട്ടെ മക്കളെ. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ലീഗ തന്നെ ചൊല്ലി റോമിലെ വിശുദ്ധന്മാരോട് പറയുന്നു, ഈ രഹസ്യം നിങ്ങൾ മറയായി വെക്കരുത്, ഇത് അറിഞ്ഞിരിക്കണം. അടുത്ത വാക്ക്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഒക്ടോബർ മാസം 7-ാം തീയതി എവിടുന്ന് ഇസ്രയേലിന് നേരെ വലിയൊരു ആക്രമണം. 48 മെയ് 14 ഇസ്രയേൽ സ്വതന്ത്രം. മെയ് 14 ഇന്ന് അവൻ 77 വയസ്സുണ്ട്. അപ്പോൾ കർത്താവിന്റെ വരവിന്റെ 3 ചാലുകൾ. ഞാൻ ഇവിടെ വന്നപ്പോൾ ലൈവ് എടുക്കുന്ന ക്രിസ്ത്യൻ ലൈവ്, അവര് പല മെസ്സേജുകളും വെളിപ്പാടിന്റെ കേട്ടിട്ടുള്ളതാ. എന്നോട് ചോദിച്ചതൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഇത് 3-ാം ലോക മഹായുദ്ധം നടക്കൂ. ആരെയും വിമർശിക്കുകയല്ല, ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകത്തില്ല. ഇത് 3 കാര്യം ഇവിടെ നടക്കണം. ഒന്ന്, രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടുന്ന സ്വോത്രം. आप लोग इसी संदेश सुनने वाला भाइयों बहनों, आप लोग नॉर्थ इंडिया में जाएगा, अभी 5,000 गांव में किसी को पता नहीं है कौन है परमेश्वर. ആരാ ദൈവം ഇതുവരെ 5000 ഗ്രാമത്തിൽ അറിയത്തില്ല. അയ്യോ, അത് കേട്ട് അട്ടച്ചാക്കല്ല തോട്ടമൊന്നും വിറ്റുകളയല്ലേ, ചിറ്റാറിലെ റബ്ബറൊന്നും വിറ്റുകളയല്ലേ. സ്വോത്ര, ഇതൊക്കെ ഓൺലൈനകത്ത് പല പാർട്ടികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, യേശു ഇന്ന് വരും നാളെ വരും. അതൊന്നുമില്ല. രാജ്യത്തിന്റെ സുവിശേഷം. 2, കിടക്കുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം. അതുകൊണ്ടല്ലേ തണ്ണിത്തോട് വീണ്ടും യോഗം നടത്തുന്നത്. സന്തോഷമില്ലല്ലോ? കർത്താവിന്റെ വരവ് താമസിക്കും, പിന്നെ നമ്മൾ പ്രസംഗിക്കും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. പാവപ്പെട്ട സഭകൾ ഇവിടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ 3 ദിവസം വന്ന് പ്രസംഗിക്കുമല്ലോ. സ്വോത്രം. പാടായി കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. എന്തിനാ ലക്ഷങ്ങളും വേണ്ട, കോടികളും വേണ്ട, 4 ബോക്സും മതി. ഹല്ലേലൂയ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. എവിടം വരായി കാര്യം മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഇനിയും പ്രസംഗിക്കും. അതാ ജാതികളുടെ പൂർണ്ണസംഖ്യ. 3-ാമത്തെ സംഭവം പത്രോസ് ലീഗ പറഞ്ഞിട്ടുണ്ട്. ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ അല്പം കൂടെ താമസിക്കുന്നത്. ചിലരും കൂടി മാനസാന്തരപ്പെട്ട് ഈ പെട്ടകത്തിനകത്ത് കടക്കണം. മലയാളം ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. സ്വോത്രം. എന്റെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ഓൺലൈനിൽ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ചാനലിനകത്തും ഉപദേശിമാരുടെ പ്രസംഗം കേട്ട് നിങ്ങളുടെ വീടും കാറും ഉള്ളതെല്ലാം കൂടെ വിറ്റ് സ്ഥലം കാലിയാക്കരുത്. ഇത് ഈറ്റുനോവിന്റെ ആരംഭമായതേ ഉള്ളൂ. സ്വോത്രം. അതുകൊണ്ട് ഇസ്രയേലിനൊരു കാഠിന്യമുണ്ടായി. ഒക്ടോബർ 7. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ ഇസ്രയേലിന്റെ ഇന്ന് നടക്കുന്ന ഒക്ടോബർ 7 നടക്കുന്ന അരമനകൾ മുഴുവൻ കത്തും. വായിക്കുന്നു ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ബൈബിൾ എല്ലാം പ്രവചനങ്ങളാ, നാളെ മുഴുവൻ പ്രവചനങ്ങളാ. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 5. ഒക്ടോബർ 7 നിങ്ങളുടെ പത്രവാർത്ത നമ്മൾ കണ്ടത്. ഒക്ടോബർ 7 ആമോസ് 2:5 വായിക്കാൻ മോളെ. ആമോസ് 2:5. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും, അത് യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. കരമുയർത്തുന്നവർക്കായി ഇതാ ബൈബിളിന്റെ പ്രവചന. പൗലോസ് പറഞ്ഞത് ഇവിടെ ക്ലിയറായി. ഇസ്രയേലിന് അംശമായ കാഠിന്യമുണ്ടാകും. ലോകത്ത് ഒരു കുഞ്ഞുങ്ങളെ അനുസരിക്കാത്തവനായിരുന്നു സ്വോത്രം. ഇറാനിൽ ഒരു ഭരണകൂടമുണ്ട്. ലോകചരിത്രം പഠിക്കുന്നവർക്കറിയാം. ബാക്കി ചാനലിലൂടെ നോക്കിയാൽ മതി. 1979 വരെ ഇറാനിൽ നല്ലൊരു ഭരണം ഉണ്ടായിരുന്ന ഷാ ഭരണകൂടം. പണ്ട് ഇസ്രയേലിനെ സഹായിച്ച ഒരു രാഷ്ട്രമായ ഇറാൻ
അന്നിട്ട് ഇന്ത്യയായിട്ട് കരാറുണ്ട്. അതുകൊണ്ട് ആ ചാമ്പകാർ തുറമുഖം ഇന്ത്യ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വോത്രം മോഡി സാർ കൈവച്ച് അദാനിയെ കൈബാ തുറമുഖത്തെ 1500 കോടിക്ക് ആ കൈബാ തുറമുഖം ഇസ്രയേലി അദാനിയുടെ പണിഞ്ഞിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കരയിലും വെള്ളത്തിലും അല്ലാതായിരിക്കും ഇന്ത്യ. സന്തോഷമില്ലല്ലോ. ചാമ്പകാർ നമ്മുടെ കാശ്, ഹൈവേയിൽ അദാനിയുടെ കാശ്, സ്വോത്രം. അതുകൊണ്ട് ഭയങ്കര സംഭവങ്ങളാണ് മക്കൾ. ഇതൊക്കെ പ്രസംഗിക്കണം എത്ര ദിവസം എടുക്കണമെന്നറിയോ? അതുകൊണ്ടാണ് ഇന്ത്യ മിണ്ടാതിരിക്കുന്നത്. 79 ശേഷം ഇസ്ലാമിക വിപ്ലവം എവിടെ വന്നെന്നറിയാമോ? എല്ലാവരും കേൾക്കണം. ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ വന്നു. ഇസ്ലാമിക വിപ്ലവത്തിൽ ഒരു ഭരണം വന്നു. അവർ എണ്ണ വിൽക്കുന്ന കാശ് 3 പേർക്ക് കൊടുത്തു. അവരാ ആദ്യത്തടി തുടങ്ങിയത് പ്രോക്സി വാർ. അതാ പണ്ട് ഇറാനിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, ലോകരാജ്യങ്ങളെ പേടിപ്പിച്ച്. ഹാമാൻ, മോർദെഖായി ഹാമാൻ അല്ല, ഇറാന്റെ ചരിത്ര ഹാമാൻ, റഷ്യയുടെ സാർ ചക്രവർത്തി, ഇറാഖിലെ നെബൂഖദ്നേസർ, സിറിയയിൽ അന്തിക്കോസ് എപ്പിഫാനോസ്, യഹൂദനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത്. ആ ഹാമാനിൽ നിന്ന് എച്ചിൽ എഴുന്നേറ്റ 3 പേര്. 1 ഹിസ്ബുള്ള, 2 ഹൂത്തി വിമതർ, 3 ഹമാസ്. ഇവര് 3 പേരൂടെ ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലിന്റെ മണ്ണിനകത്ത് റോക്കറ്റ് അയച്ചു. ഒറ്റ സുപ്രഭാതത്തിൽ 2400-ൽ പരം പേർ ലോകത്തോട് ഗുഡ് ബൈ. കരമുയർത്തുന്നവർക്കായി ഇസ്രയേൽ അംശമായ കാഠിന്യം തീർന്നോ? ഇസ്രയേലിലെ ഏറ്റവും വലിയ സംവിധാനമായിരുന്നു അവർ അയൺഡോ. അതുവരെ തകർന്നു. ഇത് അയൺഡോ പ്രസംഗിക്കാൻ എനിക്കെതിരെ എത്ര പെന്തിക്കോസുകാരെന്തെല്ലാം പറഞ്ഞെന്നറിയോ? ബാക്കി അറിയാത്തവന്മാരായി പ്രസംഗിക്കുന്ന സ്വോത്രം. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം 4 ഇസ്രയേൽ എന്തോ, ബൈബിൾ എന്തോ, ടെക്നോളജി എന്തോ. 1 അയൺഡോ, 2 ഡേവിഡ് സ്റ്റിൽസ്, 3 ആരോ, 4-മത്തത് അമേരിക്കയുടെ ജാഡ്. ഇത്രയാണ് ഇസ്രയേലിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തകർന്നത് ഈ ഒരു യുദ്ധത്തില്. അത് ഭേദിച്ചാ വരുന്നത്. ഇസ്രയേലിനെ ഇതുവരെ ആര് കാക്കും? ദൈവം കാത്തിരുന്നു. പക്ഷെ ഇസ്രയേലിനെ ദൈവം കൈവിട്ട് തുടങ്ങി. എന്തിനാ പാസ്റ്റർമാരെ? റഷ്യ ഇസ്രയേലിന്റെ മണ്ണി വന്ന് യഹൂദന്റെ നിലവിളി ഉയർന്നെങ്കില് നമ്മുടെ നാഥന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടത്തോള്. അതുകൊണ്ടാ ഇസ്രയേലിനകത്ത് നിലവിളി ഉയരുന്നത്. മനസ്സിലാകുന്നവർക്കായി അതാ ഈ കൺവെൻഷൻ പ്രസംഗം. അങ്ങനെയെങ്കിൽ ഇതുവരെ ഇസ്രയേലിനെ ദൈവം കാക്കുമോ? യെശയ്യാ പ്രവചനം 31:5. അതാ യെരുശലേമിനെ ദൈവം കാക്കുമെന്ന് പറഞ്ഞത്. വായിക്കാൻ മോളെ. അത് അയൺഡോമല്ല. ഏതൊക്കെയോ തൽപര കക്ഷികൾ നമ്മൾ പ്രസംഗിക്കുന്ന മൊത്തം എടുക്കത്തില്ല. എവിടുന്നെങ്കിലും ഒരു തുണ്ടെടുക്കും. രാമന്റെ ആരാ സീതയെന്ന് ചോദിക്കും, സീതയുടെ ആരാ രാമന്റെ എന്ന് ചോദിക്കും. സ്വോത്രം. അതുപോലെ പെന്തിക്കോസുകാർ തുണ്ടടിക്കുന്ന സ്വോത്രം. 2 മണിക്കൂർ അവനൊട്ട് പ്രസംഗിക്കത്തുമില്ല. പ്രസംഗിക്കുന്നവന്റെ മേളിൽ കയറാനും നിൽക്കും. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. KK ചെറിയാച്ച എന്നെ പഠിപ്പിച്ചപ്പോ ഒരു കാര്യം പറയടാ, ചാങ്ക് പോയാൽ സത്യവചനം പ്രസംഗിക്കണമെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. അവരെയൊക്കെ IPC-കാർ മറന്നുപോയി. എന്റെ അച്ചായ സ്വോത്രം. സന്തോഷമില്ലല്ലോ സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി അവരൊക്കെ ആയിരുന്നു ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയെ കർത്താവിന്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നത്. ഇപ്പോഴത്തെ കാര്യമൊന്നും പറയുന്നില്ല. അച്ഛാ അവിടെ ഇരുന്നാട്ടെ. സ്വോത്രം. വായിക്കാം. യെരുശലേമിനെ ദൈവം കാക്കും. യെശയ്യാ പ്രവചനം 31:5. വായിച്ചാട്ടെ മക്കളെ. അവനെ കൈവിടുവെന്ന് വായിക്കാം. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളൂ. ഒരു കാലവട്ടം അവനെ കാത്ത്. ഇനി അവനെ കൈവിടും. എന്തിനു വേണ്ടി? യഹൂദന്റെ നിലവിളിക്ക് വേണ്ടി. അടുത്ത വാക്ക് വായിക്കാം. അവൻ അതിനെ കാത്തുരക്ഷിക്കും. അവൻ അതിനെ കാത്തുരക്ഷിക്കും. നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. അതുകൊണ്ടാ 77 വർഷമായിട്ട് 6 ഡിസ്ട്രിക്ട് വലിപ്പം. ഏതൊക്കെയാ? ടെല്ലവീവ്, ജെറുസലേം, ഹൈഫ, അഷ്കലോൻ, അസ്തോദ്, നെഗോ, ദിമോണ. ഇത്രയും 91 ലക്ഷം ജനമുള്ള ഒരു കുഞ്ഞൻ രാജ്യത്ത് ലോക രാജ്യങ്ങൾ മുഴുവൻ അവന്റെ നേരെ ആക്രമിക്കാൻ വന്നപ്പോൾ അവന്റെ അയൺഡോമല്ല, അവന്റെ ആരും അല്ല, അതിനപ്പുറത്ത് അവനെ കാത്തു പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. സൈന്യങ്ങളുടെ യഹോവ. അതിന്റെ കണ്ടുപിടുത്തത്തിന്റെ ഒരു സംവിധാനത്തിൽ എവിടോ ഞാൻ അയൺഡോം പറഞ്ഞതിൽ എല്ലാവരും കൂടെ എന്റെ മേളിൽ കയറി അയൺഡോം യഹോവയാണ്. ഇവനങ്ങ് വിവരമില്ലല്ലോ. അയൺഡോം എന്ന് പറയുന്ന നാട്ടുകാർ കേൾക്കണം, പഠിക്കുന്നതായോണ്ടാ. 17,000 കോടി അറബ് അല്ല അമേരിക്ക, ഇസ്രയേൽ, ഇത് സംഭവം അയൺഡോം. അതിനകത്ത് 5 കാര്യ പഠിക്കുന്ന ചെറുപ്പക്കാർ, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്. 1 ഇന്റർസെപ്റ്റർ, 2 ഇലക്ട്രാ റഡാർ, 3 BMC ബാറ്റിൽ മാനേജ്മെന്റ് കമ്പോണന്റ്, 4 ചാർജിങ് യൂണിറ്റ്, 5 ലോഞ്ചർ. ഇതാ അയൺഡോ. സ്വോത്രം. അതിന് ഈ ആരാണ്ട് ഞാൻ യെരുശലേമിനെ കാക്കുന്നതിന് പറഞ്ഞ അയൺഡോ യഹോവയാണ്. എടാ കുഞ്ഞ്, ജോയിന്റ് വെഞ്ചർ ഗ്രൂപ്പുകാർ നിൽക്കുമല്ലേ? സ്വോത്രം. മോനെ ഒന്ന് ലൈവ് ക്ലിയർ ആയിട്ട് കൊടുത്തേക്കണം. സ്വോത്രം. കുഴപ്പമില്ല. അതിന് ഗ്രൂപ്പുകാർ നിൽക്കുക. ഇത് ഇസ്രയേലും അമേരിക്കയും ചേർന്ന ഒരു ടെക്നോളജിയാണ്. അതാ സൈറൺ മുഴങ്ങുന്നത്. 28 രാജ്യങ്ങളുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കുന്ന ഞാനാ. സംശയം ഉണ്ടെന്നുണ്ട് ഞാൻ എന്റെ സീനിയറാ നിങ്ങളുടെ രാജു അബ്രഹാം അല്ല. ഇത്രയും ചോദിച്ചാൽ മതി. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. വേറെ ആരോടും ചോദിക്കണ്ട. സ്വോത്രം. എവിടം വരെ യൂണിവേഴ്സിറ്റി ഞാൻ പോയെന്ന് ബാക്കി അദ്ദേഹം പറഞ്ഞു തരും. സ്വോത്രം. എന്താ കാര്യം എന്ന് പറഞ്ഞു തരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ സംഭവം? ഒരു രാജ്യത്ത് നിന്നൊരു മിസൈൽ വരുമ്പോൾ നമ്മുടെ AI ക്യാമറ പോലെ ഇന്റർസെപ്റ്റർ കാണും.
അപ്പൊ ഇലക്ടാറഡോറിനോട് പറയും IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് മെസ്സേജ് കൊടുക്കാൻ. അന്നേരം ആ പെൺപിള്ളാരുടെ മൊബൈലിനകത്ത് കീ വരുന്ന എല്ലാരും ബങ്കറിൽ ഓടിപ്പോകുന്ന സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇതാ അയൺ ഡോമിന്റെ ടെക്നോളജി ഇന്ത്യക്കും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം മോഡി സാർ ഇസ്രായേലിൽ ചെന്നപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവോട് പറഞ്ഞു 2 എണ്ണം തന്നെ നല്ലതായിരുന്നു. സന്തോഷമില്ലല്ലോ. പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വരുന്ന അടിക്കുക. സ്വോത്രം കൊടുക്കുകയല്ല. സ്വോത്രം. അമേരിക്ക പറയാതെ മനസ്സിലാകുന്നവർക്കായി. ഇപ്പൊ സൗദിയും ചോദിച്ചു കൊടുക്കത്തില്ല. അയൺ ഡോം ദ പ്രിപ്പയറിംഗ് vessel, that means the joint venture America and Israel 17,000 crores. അതിന്റെ രണ്ടാമത്തെ ആരോ, അത് കഴിഞ്ഞ് ഡാവിഡ് സ്റ്റെർലിംഗ്, അത് കഴിഞ്ഞ് ഇപ്പം കൊണ്ടുവന്ന അമേരിക്കന്ന് ജാഡ്. അതിനെ ഭേദിച്ചവൻ കരയോന്നാ പറയുന്നത്. മനസ്സിലാകുന്നവർക്കായി. ഇതുവരെ പക്ഷി കാക്കുന്ന പോലെ നിന്നെ കാത്ത് ഇനി നിന്നെ ഞാൻ കൈവിടുവോന്ന്. സ്വോത്രം. അതിന്റെ തുടക്കമാ. അതുകൊണ്ടാ പറഞ്ഞു ഇതുവരെ 77 വർഷം അവനെ കാത്ത് യഹോവ അവനെ കൈവിട്ട് തുടങ്ങി. എന്തിനു വേണ്ടിയാ? അവൻ അറിയണം ഞാൻ യഹോവയെന്ന്. മനസ്സിലാകുന്നവർക്കായി. അതിന്റെ അന്ത്യകാലം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു അന്തിമ യുദ്ധം ഉടനെ നടക്കോ? ആദ്യ രാത്രി പലരും പറയും യുദ്ധം നടക്കുമെന്ന്. നടക്കത്തില്ല. അതിനു മുമ്പ് ഒരു സംഭവം ഇവിടെ നടക്കും. അതിനായി കൺവെൻഷൻ വായിക്കാം. എസെക്കിയേൽ പ്രവചനം 21, 26, 27 ബൈബിൾ എടുത്താട്ടെ. എസെക്കിയേൽ 21, 26, 27 വായിക്കാം. ഈ യുദ്ധം നടക്കോ? എന്റെ കർത്താവ് ഈ തലമുറയെ വരുമോ? വായിക്കാം. എസെക്കിയേൽ പ്രവചനം 21, 26, 27 വായിച്ചാട്ട് മക്കളെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഈ കൺവെൻഷന് വന്നവരെല്ലാം ഈ കാര്യം നോട്ട് ചെയ്യണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അടുത്തത് അത് അങ്ങനെ ഇരിക്കയില്ല. അതാ കുഞ്ഞുങ്ങൾ പാടുന്ന ഭരണകൂടങ്ങൾ തകരുമെന്ന്. ഇതാ കിടക്കുന്നത്. അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഭരണകൂടങ്ങൾ മാറും. മോൾ ഓടിപ്പോകരുത്. വളരെ താഴ്മയുടെ സ്പീഡ് കുറച്ച് ഞാൻ പ്രസംഗിക്കുക. എന്താ ഭരണകൂടം? അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് വന്നു. ആരായിരുന്നു? ബരാക് ഒബാമ. അദ്ദേഹം അമേരിക്കക്കാരനല്ല. ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വന്ന ഒരപ്പന്റെ മകൻ അമേരിക്കയുടെ പ്രസിഡന്റായി. 2, ഇന്ത്യയിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി മോഡി സാർ വലിയൊരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. ഗുജറാത്തിലെ തട്ടുകടയിൽ ഓടുന്ന ട്രെയിനകത്ത് ചായ ഓടിച്ച പുള്ളി ഇന്ത്യയുടെ പ്രധാനമന്ത്രി 3 ടേം. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ഇന്നത്തെ പ്രസിഡന്റ് ദ്രൗപതി മുർമു. നമ്മുടെ ഗുരുനാഥൻ മണ്ണ് അടക്കം കൊറീസയിൽ ഒരു കാണി കുടുംബത്തിൽ നിന്ന് വന്നേ. അവര് സന്തോഷമില്ലല്ലോ. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്, അദ്ദേഹം എവിടുന്ന് വന്നതാ? ഒരധകൃത കുടുംബത്തിൽ നിന്ന്. തീർന്നില്ല. കേരള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ വലിയ ആട്യ കുടുംബത്തിൽ എന്നല്ലോ. കണ്ണൂരിൽ 10 മക്കൾ. ചെത്തു തൊഴിലാളിയുടെ മകനായിരുന്ന വ്യക്തി രണ്ടാമത് കേരളം ഭരിക്കുന്നു. 3.5 കോടി ജനത്തെ. താഴ്ന്നവൻ ഉയരും, ഉയർന്നവൻ താഴും. അടുത്തവിടെ കേട്ടാട്ടെ. തമിഴ്നാട് പക്കം ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം. മുന്നാടി ഒരു முதலமைச்சர் இருக்குது. யார்? பன்னீர் செல்வம். எங்க நின்று வந்த ஐயா அண்ணாடி எம்கே ഓഫീസിൽ ടീ പോട്ടവൻ തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രി. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അടുത്ത കുഞ്ഞുങ്ങളെ പഠിക്കണ തലമുറയെ കർത്താവ് വരാൻ പോവാ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ UK ഉണ്ടായിരുന്നു. UK പ്രധാനമന്ത്രി ആരായിരുന്നു? ഞാഞ്ഞൂൽ റഷി സുനക്. സന്തോഷമില്ലല്ലോ. ഒരു ഇന്ത്യക്കാരൻ UK ഭരിച്ചു. താഴ്ന്നവൻ ഉയരും, ഉയരുന്നവൻ താഴും. യവൻ നല്ലവനായിരുന്നു നിന്നേനെ സാറേ. യവ ഇടയ്ക്ക് ഇസ്രായേലിനെ ആപ്പ് വെക്കാൻ തുടങ്ങി. അപ്പൊ ദൈവം വിചാരിച്ച് നിന്നെ ആപ്പ് വെക്കുമെന്ന്. ഇപ്പൊ ആര് വന്ന്? ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കെയ്മറിന്റെ ഭാര്യ ആരാ? ഒരു യഹൂദ സ്ത്രീ. സന്തോഷമില്ലല്ലോ. അപ്പൊ അമ്മാമ പറയുന്ന എല്ലാ അച്ചായം ചെയ്യത്തോളൂ. നാടൻ മലയാളം ഞങ്ങളുടെ ഭാഷ. സെൻട്രൽ അച്ചായം ചില കാര്യം പറയുമ്പോൾ അമ്മമ്മ ശിക്ഷിക്കും. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം ഇത്രയും മതി. ശ്രോത്രം. ഈ പള്ളിക്ക് ഈ മണി മതി. ശ്രോത്രം. ബ്രിട്ടനിലെ പ്രസിഡന്റിന്റെ കെയ്മറിന്റെ ഭാര്യ ഒരു യഹൂദ സ്ത്രീയാ. അതുകൊണ്ടാ ബ്രിട്ടൻ അന്നേരം ഇസ്രായേലിന് സന്തോഷമായിട്ട് കൊടുത്തത്. അത് അവിടെ നിൽക്കട്ടെ. അടുത്തതെല്ലാം മനസ്സിലാക്കണം. താഴ്ന്നവൻ ഉയരും, ഉയരുന്നവൻ താഴ്വരും. ബാക്കി നിങ്ങൾ കേൾക്കണം. കേരളത്തിൽ നിന്ന് പോയ ഒരു നാരായണൻ ചേട്ടൻ ഉണ്ടായിരുന്നു. KR നാരായണൻ. സന്തോഷമില്ലല്ലോ. ഉഴവൂർക്കാരൻ. അദ്ദേഹം ഉഴവൂരിൽ നിന്ന് പോയിട്ട് ഇന്ത്യയുടെ പ്രസിഡന്റായി. ദരിദ്ര നാരായണൻ. ആ കഥ പറഞ്ഞപ്പോ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം. അദ്ദേഹം ഉഴവൂർ സ്കൂളിലാ പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും കേൾക്കണം. അദ്ദേഹത്തിന്റെ കഥ വായിച്ച് ഞാൻ കരഞ്ഞുപോയി. വീട്ടിൽ പട്ടിണിയാ. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു പയ്യനുണ്ടായിരുന്നു, ബാബു. അവൻ നല്ലൊരു ക്രിസ്തീയ കുടുംബം. ബാബു വന്ന് വീട്ടിലെ കഥ പറയും. ഇരുന്നലെ വീടും കാര്യവും. അപ്പൊ നാരായണൻ ചേട്ടൻ കാണാൻ കൊതി. ഒരു ദിവസം പറഞ്ഞു എനിക്ക് വീട് കാണണം. നാരായണൻ ചേട്ടൻ പറഞ്ഞു. ഉടനെ ബാബു പറഞ്ഞു വരരുത്, ഞായറാഴ്ച അപ്പനും അമ്മയും പള്ളിയിൽ പോ, അന്ന് വരാം, കാണാം. അന്ന് വീടെല്ലാം കൊണ്ട് കാണിച്ചു. നല്ല വീടും കാറുമൊക്കെ. KR നാരായണന്റെ പുസ്തകം വായിച്ച കരയും. അവസാനം കൂട്ടിനകത്ത് 2 പട്ടി പുറത്ത്. പട്ടിയുടെ മുമ്പിൽ നല്ല ആഹാരം ഇരിക്കുന്നു. നല്ല ചിക്കനും മട്ടനും എല്ലാം. ഒരാഴ്ച കഴിഞ്ഞ് സ്കൂളിൽ അറ്റൻഡൻസ് എടുക്കാൻ AEO, ഇന്നത്തെ കണക്ക് ആധാറല്ല, ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തല എഴുന്നേൽപ്പിക്കാൻ AEO വന്നു. ഓരോ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ചു. മാസ്റ്റർമാർ കേട്ടോ. ഓരോരുത്തരെടുത്ത് ചോദിച്ചു നിങ്ങൾ ആരാകണം? ചിലർ പറഞ്ഞു അധ്യാപകരാകണം, ചിലർ പറഞ്ഞു വക്കീലാകണം.
ഉടനെ ചോദിച്ചു, നാരായണൻ ആരാകണം? നാരായണൻ പറഞ്ഞ, ആരുമാകണ്ട, ബാബുവിന്റെ വീട്ടിലെ പട്ടിയാകണം. സ്വോത്രം. എല്ലാരും കേൾക്കണം, പെന്തിക്കോസുകാർ കേട്ടാട്ടെ. ഏയ്യോ കരഞ്ഞു പോയി. സ്കൂളിനകത്ത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി. എന്താ നീ പറയാൻ കാര്യം? സാറ് 4 ദിവസമായി നല്ലൊരു ആഹാരം കഴിഞ്ഞിട്ട് ബാബുവിന്റെ വീട്ടിലെ കൂട്ടിലെ പട്ടിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ആഹാരം കിട്ടിയാൽ എനിക്ക് അത് മതിയെന്ന്. സ്വോത്രം. അങ്ങനെ ആ കത്തോലിക്ക സഭക്കാര് പഠിപ്പിച്ചതാ. ഇന്ത്യൻ അംബാസിഡറായി ആഫ്രിക്കയിൽ ചെന്ന് നല്ല ഭരണം. ആഫ്രിക്കയുടെ പ്രസിഡന്റ് പ്രധാനമന്ത്രി ഇന്ദിരാജിയോട് പറഞ്ഞു, നാരായണൻ കൊള്ളാം. അങ്ങനെ KR നാരായണൻ ഇന്ത്യയുടെ പ്രസിഡന്റായി. കരമുയർത്തുന്നവർക്കായി. ഇതൊക്കെ മനസ്സിലാക്കണം. ഇന്ന് രാത്രി ക്രിസ്ത്യാനിയെ ആദ്യ രാത്രി പറയും, ഒരു കാലത്ത് വീടില്ല, ഒരു കാലത്ത് കാറില്ല, ഒരു കാലത്ത് നല്ല ഭക്ഷണമില്ല. ഈ പുസ്തകം എടുത്ത് ദൈവത്തെ ഉയർത്തി നല്ല വീടും കാറ് സൗകര്യമൊക്കെ തന്നിട്ട് ഇന്ന് യഹോവയെ സേവിക്കാതെ ദൈവസന്നിധിയിൽ അകന്നു പോകുന്ന പുള്ളികളെ, മടങ്ങി വാ. നിന്റെ ന്യായവിധിയുടെ കാലം അടുത്തുപോയി. സ്തോത്രം. അദ്ദേഹം KR നാരായണൻ കേട്ടോ. എവിടം വരായി? താഴ്ന്നവൻ ഉയരും, ഉയർന്നവൻ താഴും. ഇവിടെ ഒരു സംഭവം നടക്കുന്നു. അതാ ലോകമഹായുദ്ധം. വായിക്കാം അടുത്ത വാക്ക്. വായിച്ചിട്ട് മോളെ. ഞാൻ അതിന് ഉന്മൂലനാശം. അവിടെ നിൽക്കട്ടെ. ബൈബിൾ എല്ലാവരും താഴ്മയോടെ ലൈവും കേട്ടോണം. 1-ാം ലോകമഹായുദ്ധം 1914 മുതൽ 19 വരെ ഉന്മൂലനാശം. അടുത്തത് വായിക്കാം. ഉന്മൂലനാശം. 2-ാം ലോകമഹായുദ്ധം 1939 മുതൽ 45 വരെ അത് നടന്നു. ഈ തലമുറയിൽ വരാൻ പോകുന്നു. വായിക്കാം. ഉന്മൂലനാശം. അതിന്റെ പേരാ 3-ാം ലോകമഹായുദ്ധം. അതിനു മുമ്പ് ചിറ്റാറിലും തണ്ണിത്തോടിലും വടശ്ശേരിക്കര് ആങ്ങമൊഴിയും സീതത്തോടും ഒരു സംഭവം നടക്കും. എസെക്കിയേൽ എഴുതിയിട്ടുണ്ട്. അത് സംഭവിക്കുന്നതിന് മുമ്പ് അതായി കൺവെൻഷൻ. വായിച്ചാട്ട് മക്കളെ അടുത്ത വാക്ക് വായിക്കാം. അതിന് അവകാശമുള്ളവൻ വരുവോളോ. അതിന് അവകാശമുള്ളവൻ വരുവോളോ. അത് ഇല്ലാതെ കരമുയർത്തുന്നവർക്കായി ഇതാരംഭിക്കുന്നതിന് മുമ്പ് അവകാശമുള്ളവൻ തന്റെ മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരാൻ കാലമായി. തണ്ണിത്തോടെ ഇന്ന് രാത്രി കൺവെൻഷൻ കടൂട്ടങ്ങളുടെ പ്രഥമ രാത്രി. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. ഇന്ന് രാത്രി റോഡിനകത്തോ തെരുക്കോടിനകത്തോ വഴിയരികത്തോ ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്ന മക്കളെ, ഈ രാത്രി പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, ശ്രോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് കരമുയർത്ത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. പ്ലസ് തണ്ണിത്തോടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ ഈ സംഭവം എവിടേക്കെല്ലും എന്നറിയാമോ? ഈ യുദ്ധം എവിടേക്കെല്ലും? നാളെ രാത്രി ബാക്കി ഭാഗങ്ങളിലേക്ക്. ഈ യുദ്ധം എവിടേക്കാ ചെല്ലാൻ പോകുന്നത്? ജെറുസലേമിലേക്ക്. ഇതാ അന്തിമ ദിനം. ഇസ്രയേലിന്റെ 3 പട്ടണങ്ങളാണ്. 1 ടെൽ അവീവ്, 2 ജെറുസലേം. അത് കഴിഞ്ഞ് ഹൈഫ പോർട്ട് തീർന്നുകൊണ്ടിരിക്കുക. വരാൻ പോകുന്നത് ഈ യുദ്ധം ജെറുസലേമിലേക്ക്. ഇത് ഈറ്റ്നോവിന്റെ ആരംഭം. തിരുവനന്തപുരത്ത് നിന്ന് മൂഴിയാറ് വണ്ടി വിട്ടിട്ടേ ഉള്ളൂ, വഞ്ചാറമൂട് ആയിട്ടേ ഉള്ളൂ. സന്തോഷമില്ലല്ലോ? സ്വത്രം. കുറെ സമയം കൂടെ ബാക്കിയുണ്ട്. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ ജെറുസലേം ഒരു അന്ത്യദിനത്തിലേക്ക്? 2 കാര്യം കൂടെ പറയുമ്പോൾ അവസാനിക്കും. കുഞ്ഞുങ്ങൾ പാടും. ബാക്കി നാളെ വായിക്കാം. ഇത് എവിടത്തേക്കല്ലേ? ജെറുസലേം. മത്തായി 23:37. ഒരിടത്ത് റഷ്യ ഉക്രൈൻ നടക്കുമ്പോൾ ഹൂത്തി വിമതരും അത് കഴിഞ്ഞിട്ട് ഹിസ്ബുള്ളയും എല്ലാം കൂടെ ഒക്ടോബർ 7 അവനെ ആക്രമിച്ചു. ഇതിന്റെ പരിണതഫലം ജെറുസലേമിലേക്ക്. മത്തായി 23:37. അന്തിമദിനം പോകാൻ പോകുന്ന ജെറുസലേം. നാളെ രാത്രി ജെറുസലേം ഭാരമുള്ള കല്ല്. ജാതികൾ അതിനെ വിരോധമായി കൂടി വരും. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. The ongoing Iran-Israel conflict is going. The capital city of Jerusalem. കാന്തന്റെ വരവ് നാളെ. വായിക്കാം. മത്തായി 21:37. വായിച്ചാട്ട് മക്കളെ. മത്തായി 23:37. യെരൂശലേമേ, 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 പ്രവാചകന്മാരെ കൊല്ലുകയും പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും നിന്റെ അടുക്കൽ അഴിച്ചിരിക്കുന്ന കല്ലെറിയെ ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ ചിറകിൻ കീഴിൽ ചേർക്കുന്നവളെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. എത്ര വട്ടം മനസ്സായിരുന്നു. കരമുയർത്തുന്നവർക്കായി ജെറുസലേം കത്തി തുടങ്ങി. വായിക്കാം. നിങ്ങൾക്കോ മനസ്സായില്ല. നിനക്കോ മനസ്സായില്ല. സ്വത്രം. ഇതിന്റെ ചാല
ഇസ്രയേൽ, ഇറാൻ, ബാക്കി നാളെ രാത്രി. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ ഒരു ഗിരിപ്രഭാഷണം ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. മത്തായി 7:24-25 വായിച്ചാട്ട്. മത്തായി 7:24-25 എല്ലാവരും കേട്ടാട്ട്. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ തുറക്കണം. നിങ്ങൾക്ക് വേണ്ടി വാക്യം പറഞ്ഞ മോളെ കൊണ്ട് വായിപ്പിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ. അടുത്തത് വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ഗേറ്റിൽ നിന്ന് എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ പണിഞ്ഞ വീട് വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പത്രോസേ, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയൂ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഞാൻ സ്വർഗത്തിൽ കെട്ട്, നീ ഭൂമിയിൽ അടിക്കുന്നതൊക്കെ ഞാൻ സ്വർഗത്തിൽ അടിക്ക്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കരങ്ങൾ. പെന്തക്കോസ് പെരുന്നാളിൽ 3120 പേരാൽ പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച ദൈവസഭ വീഴുന്നതിന് മുമ്പ് എന്റെ കാന്തനി തലമുറയിൽ വരാറായി. പാറമേൽ അടിസ്ഥാനപ്പെട്ട ഭവനം. അടുത്തത് കണ്ണിത്തോടിലെ കല്ലുകുടിയന്മാർക്കും അച്ചായന്മാർക്കും വേണ്ടി. അടുത്ത വാക്കൂടെ വായിച്ചാട്ട് മോളെ. എന്നാൽ അടുത്ത ഭവനം. എന്നാൽ ഈ വചനങ്ങളെ കേട്ട് എത്ര പരിശോധന കേട്ട്, തന്നിത്തോട് കേട്ട്, ചിറ്റാറ് കേട്ട്, സീതത്തോട് കേട്ട്, വേഴുംപാറ കേട്ട്, ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാവുന്നു. കല്ലും കുടിച്ച് കഞ്ചാവടിച്ച് ഉപദേശിയും കുറ്റം പറഞ്ഞ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ നീ മണലിന്മേൽ അടിസ്ഥാനമിട്ടത് ചിലത് കെട്ടിവെച്ചിട്ടുണ്ട്. അതെല്ലാം തീരാറായി. അച്ചായ ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ടു. അടുത്തത് വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലുതായിരുന്നു. തന്നിത്തോടിൽ ബുദ്ധിമാന്റെ യാത്രമേൽ പോട്ട് കരമുയർത്തുന്നവർക്കായി അവന്റെ കീഴെ പാതാളം അവനെ വിട്ടുപോയി. നല്ലൊരു അരുമയാണ് ചിന്ന കഥ ഇന്ന് രാത്രി പറയാം. ചിന്ന കഥ. നമ്മുടെ ഇവിടെ മൂടി വരുന്ന ഒരു പാലം, തന്നിത്തോടിൽ ക്രോസ് ചെയ്യുന്ന മൂടി പാലം. ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമില്ല, മലയാളം തന്നെ പറയാം. സ്വോത്രം. എന്താ കാര്യം എന്നറിയാം? അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. എല്ലാവരും കേട്ടാട്ടെ. സ്വോത്രം. മരത്തിനകത്ത് 2 കൂട്ടരുണ്ടായിരുന്നു. നാടൻ കഥ, അരുമയാണ് ചിന്ന കഥ. 1, 2 കൊരങ്ങന്മാര്, വൈകിട്ട് കൂടി കഞ്ചാവ് MDA. 3, 4 കുരുവി ചില്ലകൾ. എന്തതിശയമേ ദൈവത്തിന് സ്നേഹം. സന്തോഷമില്ലല്ലോ. 2018 താണ്ട് ഇവിടെ പ്രളയമെല്ലാം വന്നു പത്തനംതിട്ടയില്. ഈ മരം ഒന്ന് കുനിഞ്ഞു, നമ്മുടെ അമ്മച്ചി കുനിയുന്ന പോലെ. സ്വോത്രം. അപ്പൊ കൊരങ്ങനോട് കുരുവി പറഞ്ഞ്, ചേട്ടാ യെല്ലോയും മാങ്കോയും പൈനാപ്പിളും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കാം, മരം എപ്പോഴും വീഴാൻ സാധ്യത. അപ്പൊ കുരുവിയോടടുത്ത് കൊരങ്ങൻ ചോദിച്ചു, നീ എങ്ക പോകും? അപ്പൊ കുരുവി പറഞ്ഞേ, മനിതനെ നീ എങ്ക പോവതല്ല, എനിക്ക് 2 ചിറകൊണ്ട് ഞാൻ പോകുന്നു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എത്ര കൺവെൻഷൻ കേട്ടിട്ടും ഗുണപ്പെടാതെ കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് വീട്ടിൽ ഇരുന്നാൽ നിന്റെ വീട് വീഴും. ഒരു സുപ്രഭാതത്തിൽ യെല്ലോ മാങ്കോ പത്തനംതിട്ട കളക്ടർ പറഞ്ഞില്ല, 3 MLA അറിഞ്ഞില്ല. ആരാണ്ടെല്ലാം കൂടെ ഷട്ടറെല്ലാം കൂടെ വലിച്ച് പടപടാ തുറന്നു. മനസ്സിലാകുന്നവർക്കായി. മരം കുലുങ്ങി കുടിച്ചുകൊണ്ടിരുന്ന കൊരങ്ങൻ താഴെ. പരിശുദ്ധാത്മാവിന്റെ ചിറകുള്ള കുരുവി അതിന്റെ സങ്കേതത്തിലേക്ക് പറന്നുപോയി. ഇന്ന് രാത്രി വചനം കേട്ടിട്ട് ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി അതിന്റെ നടുവിൽ യേശു ക്രിസ്തുവിന്റെ വചനപ്രകാരം രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി തണ്ണിത്തോടെ ഇതാ അവൻ വരുന്നു. മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സത്യവചനം. ഇന്ന് രാത്രി ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഒരു ഒഴിച്ചു മാറ്റൽ നടക്കും. എല്ലാവരും കേട്ടാട്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യണം. ഈ ലൈവ് നിങ്ങൾ അയച്ചു കൊടുക്കണം. 1945 2ാം ലോക മഹായുദ്ധം. ജർമ്മനിയുടെ ആക്രമണം പറയുന്നു. ആരെ ഒഴിവാക്കി? ബ്രിട്ടൻ ആയിരങ്ങളെ ഒഴിച്ചു മാറ്റി. 2 പത്തനംതിട്ടക്കാർ 1990 കുവൈറ്റ് ഇറാഖ് യുദ്ധം. ടൊയോട്ട സണ്ണിച്ചാൻ അമ്മാൻ വഴി ഇന്ത്യക്കാരെ കൊണ്ടുവന്നു. 2013 യമനിൽ കലാപം.
ഉമ്മൻചാണ്ടി സാർ നേഴ്സുമാരെ വിമാനത്തിൽ കൊണ്ടുവന്നു. 2016 സുഡാനിൽ കലാപം, പിണറായി വിജയൻ സാർ കേന്ദ്രമായിട്ട് ഇടപെട്ട് നേഴ്സുമാരെ കൊണ്ടുവന്നു. 2020 കോവിഡ്, വന്ന ചേട്ടന്മാർ ഇവിടെ കാണും. ഇന്ത്യ ഗവൺമെന്റ് വിമാന സർവീസ് തുടങ്ങി വന്ദേ ഭാരത്, നമ്മുടെ ആൾക്കാരെ വെളിനാട്ടിൽ നിന്ന് കൊണ്ടുവരുവാൻ വന്ദേ ഭാരത്. 2022 ഉക്രൈനെതിരെ റഷ്യയുടെ ആക്രമണം, അന്നൊരു കാര്യം കൊണ്ടുവന്നു, ഓപ്പറേഷൻ ഗംഗ. മനസ്സിലാകുന്നവർക്കായി 23,000 പിള്ളേരെ കൊണ്ടുവന്നു. ഇന്ന് രാത്രി തന്നിത്തോട് കൺവെൻഷൻ നടക്കുമ്പോൾ വേറൊരു ഓപ്പറേഷൻ നടക്കുന്നു, അതിന്റെ പേര് ഓപ്പറേഷൻ സിന്ധു. മനസ്സിലാകുന്നവർക്കായി ഇറാനിൽ പഠിക്കാൻ പോയ പിള്ളേര് അമ്മാനിനകത്ത് ഇൻഡിഗോയുടെ വിമാനം, അവരുടെ പാസ്പോർട്ടും ടിക്കറ്റും നോക്കി വിമാനത്തിൽ കയറ്റി ന്യൂഡൽഹിയിൽ ഇറക്കുന്നത് പോലെ ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. ഓപ്പറേഷൻ സിന്ധു ഗംഗയല്ല. ഇന്ത്യയുടെ വിമാനം അമ്മാനിൽ ഇറങ്ങിയപ്പോൾ അമേരിക്കക്കാരനെ കയറ്റിയില്ല, പാകിസ്ഥാൻകാരനെ കയറ്റിയില്ല, UK കാരനെ കയറ്റിയില്ല. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവനെ വിമാനത്തിനകത്ത് കയറ്റി ന്യൂഡൽഹിയിൽ ഇറക്കിയതുപോലെ യേശുവിന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കള് നിത്യ വീട്ടിലെത്തിക്കുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി അവസാന സന്ദേശം, തള്ളിച്ചോടിനോട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ രാത്രി ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഒരു സംഘടനയുടെ പ്രസംഗമല്ല, CSAയുടെ പ്രസംഗമല്ല, പെന്തക്കോസിന്റെ പ്രസംഗമല്ല. നിന്നെ നിത്യതയിൽ എത്തിക്കുക സ്വർഗം പ്രൊവൈഡ് ചെയ്യുന്ന അവസാന പ്രസംഗമാ. ഇന്ന് രാത്രി ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. കേട്ടോ, 1910 ഏപ്രിൽ മാസം 10-ാം തീയതി ഒരു കപ്പൽ യാത്രയായി. അതിന്റെ പേരാ ടൈറ്റാനിക്. ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റന്റെ പേര് സ്മിത്ത്. അദ്ദേഹം പറഞ്ഞ 50,000 ഹോഴ്സ് പവർ ഉണ്ടാക്കിയത് ലണ്ടനിലെ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. എല്ലാവരും ഇത് കേൾക്കണം, പാട്ടിലേക്ക് പോവാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 4 ദിവസം കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദൈവം വിചാരിച്ചാൽ ഇതിനെ തകർക്കാൻ പറ്റത്തില്ല. എല്ലാവരും കേട്ടാട്ടെ. 1914 4 ദിവസം കഴിഞ്ഞു. അറ്റ്ലാന്റിക് സമുദ്രം, മഞ്ഞുമല. അടുത്ത ക്യാപ്റ്റനും ആൾക്കാർ പറയും, സാർ മഞ്ഞുമല. അദ്ദേഹം പറഞ്ഞു, മിണ്ടരുത്, ദൈവം വിചാരിച്ചാലും തകരത്തില്ല. 4-ാം ദിവസം 50,000 ഹോഴ്സ് പവറിനകത്ത് വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി ഉണ്ടാക്കിയ കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നതുപോലെ അനേക പ്രസംഗം കേട്ടിട്ട് ഇതുവരെ യേശു രക്ഷിതാവായി സ്വീകരിക്കാതെ ലോകത്തിന്റെ മോഹങ്ങൾക്കകത്ത് വീട്ടിനകത്ത് കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് സീരിയലും കണ്ടുകൊണ്ടിരുന്ന നീ വീണ് പോകും കുഞ്ഞെ. ഇന്ന് രാത്രി മടങ്ങി വന്ന് കാൽവറിയിലേക്ക് നോക്കി രക്ഷകനിൽ കൂടിയുള്ള നിത്യരക്ഷയെ കരസ്ഥമാക്കുക. കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി ഞങ്ങൾ നിങ്ങളോട് ഉത്ബോധിപ്പിക്കുന്നു. തീരാറായി. അന്ത്യകാലത്തിന്റെ സന്ദേശം ഇന്ന് രാത്രി കേൾക്കണം. എന്റെ പ്രസംഗം അവിടെയല്ല, അവിടെ പുറത്ത് മഴ പെയ്യട്ടെ മക്കള്. പുറത്തൊരു മഴ പെയ്യുമ്പോ അകത്തൊരു അഭിഷേകത്തിന്റെ മഴ പെയ്യണം. സ്വോത്രം. ദൈവവചനം എരിവോടെ കേട്ട് നിത്യതയ്ക്ക് വേണ്ടി അനേകരെ ഒരുക്കുന്ന ഒരു പറ്റത്ത തണ്ണിത്തോട് കൺവെൻഷനകത്ത് പരിശുദ്ധാത്മ വാർത്തെടുക്കണം. തേജസ്സിന്റെ സുവിശേഷം പറയുന്നത് ഈ രാത്രി കേട്ടാട്ടെ. അതിനകത്തൊരു ഇംഗ്ലീഷുകാരൻ ഉണ്ടായിരുന്നു. അവന്റെ കഥ വായിച്ച് ഞാൻ കരഞ്ഞു പോയി അമ്മാമ്മേ. അവൻ മേളിലത്തെ നില ചപ്പാത്തി തിന്നുകൊണ്ടിരിക്കുമ്പോഴാ ഈ ടൈറ്റാനിക് കുലുങ്ങുന്നത്. ഒരു കാര്യം ചെയ്തു, അവന്റെ താഴെ 2-ാമത്തെ നിലയിൽ അവന്റെ കട്ടിലിന്റെ താഴെ ഒരു $2 ലക്ഷം ഉണ്ട്. ഇന്നത്തെ കണക്ക് ഗൂഗിൾ പേ ഇല്ല. അവൻ ആലോചിച്ച് താഴെ പോയി പണം എടുത്താൽ രക്ഷപ്പെടാം. ഉള്ളിൽ ആരോ പറഞ്ഞു, മോനെ നീ പോയി കട്ടിലിന്റെ കീഴിരിക്കുന്ന $, എടുത്താൽ കപ്പൽ മുങ്ങിയ ഉപ്പുവെള്ളത്തിനകത്ത് പോകും, കാശ് പിന്നെ ഉണ്ടാക്കാം. അവന്റെ ഒരു ചിന്ത വന്ന് എല്ലാവരും കേട്ടാട്ടെ. 5-ാം നിലയിൽ മെസ്സി നിൽക്കുന്നവന്റെ മുൻപിൽ ലൈഫ് ജാക്കറ്റ് തൂക്കിയിട്ട് അന്തരാത്മാവിൽ ആരോ പറഞ്ഞു, എടാ കുഞ്ഞെ, ഒരു ലൈഫ് ജാക്കറ്റ് എടുത്ത് നീ കടലിൽ ചാടിയ എവിടുന്നെങ്കിലും നേവി വന്ന് നിന്നെ രക്ഷിക്കും, പണം പിന്നെ ഉണ്ടാക്കാം. പിമ്പിലുള്ള 2 ലക്ഷത്തെ മറന്ന് മുമ്പിൽ അവൻ കണ്ട ലൈഫ് ജാക്കറ്റിനെ കയ്യിലെടുത്ത് ഇംഗ്ലീഷുകാരൻ വെള്ളത്തെ ചാടി. ആ കഥ വായിച്ച് ഞാൻ കരഞ്ഞു. അവൻ അതിനകത്ത് ചാടി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളത്തിനകത്ത് പൊങ്ങിയപ്പോൾ നേവിയുടെ ബോട്ട് വന്ന് രക്ഷപ്പെടുത്തി. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ 2 ലക്ഷത്തെ നോക്കി കപ്പലിന്റെ അടി പോയിരുന്ന് അറ്റ്ലാന്റിക്കിലെ ഉപ്പുവെള്ളത്തെ തീർന്നേനെ. എന്നാൽ എന്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി തണ്ണിത്തോടിനകത്ത് ഈ ലോകത്തിനകത്ത് ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്ര ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. കാൽവറിയിൽ കൂടിയുള്ള സൗജന്യമായ രക്ഷ കരസ്ഥമാക്കാതെ ഇന്ന് രാത്രി കടന്നു പോയാൽ വരാനിരിക്കുന്ന ന്യായവതി മകളെ വീട്ടിനകത്തോ റോഡിനകത്തോ കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം.
എന്നാൽ ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നവനൊരു പ്രത്യാശയുണ്ട്. കല്ലറയ്ക്കപ്പുറത്ത് മാടി വിളിക്കുവാൻ 10,000 പേര് സുന്ദരനായി കാന്തൻ വരാറായി. ബാക്കി നാളെ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും നിങ്ങൾ കുറിച്ച് കേൾക്ക്. കഴിഞ്ഞ 3.5 വർഷമായി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഈ ആക്രമണം നിലനിൽക്കുമ്പോൾ ഇസ്രായേലിനെതിരെ ഹമാസ് കൂത്തി വിമതരും. അവന്റെ അയൺഡോം തകർന്നു. പക്ഷി കാത്തതുപോലെയുള്ള അവനെ കൈവിട്ട് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അറബ് ലീഗ് മുഴുവൻ യെരുശലേമിലേക്ക് വരുന്ന ഒരു കാലമായി. യെരുശലേമേ, യെരുശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ തലമുറകളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു. യെരുശലേമിന്റെ വിഷയത്തിൽ ഒരു നിലവിളി ഉയരും. നാഥന്റെ കാലുകൾ ഒരു മലയിൽ ചവിട്ടാറായി. അതിനു മുമ്പ് തണ്ണിത്തോടിൽ കാന്തന്റെ ഗംഭീരനാദം മുഴങ്ങ്. കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയും തന്നെത്താൻ വിശദീകരിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. കരങ്ങളെ തട്ടി ഒരു പ്രത്യാശയുടെ പാട്ടുപാടി ഇന്ന് രാത്രി കർത്തന് മഹിമ കൊടുക്കുക. എല്ലാ കരങ്ങളും അടിച്ച് പട്ടണം പിടിപ്പിക്കപ്പെടട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് ഒരു പഴയ ഗാനം ചേർന്ന് പാടി വീശുക ഈ തോട്ടത്തിനുള്ളിൽ. എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ ക്യാൻസറുകളും എല്ലാ ട്യൂമറുകളും എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിയട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് ആത്മാവിൽ ആരാധിച്ചാട്ടെ. ദേശം പിടിപ്പിക്കപ്പെടട്ടെ. മന്ത്രവാദ കെട്ടുകൾ തകരട്ടെ. മയക്കുമരുന്നിന്റെ കെട്ടുകൾ തകരട്ടെ. യെസ്, എല്ലാ കരങ്ങളും